ഓക്കെ, വെൽക്കം ടു SCRT. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സമ്പത്തും ലോകവും. അപ്പോൾ ഫസ്റ്റ് തന്നെ സമ്പത്തും ലോകത്തിലും നമ്മൾ പറയുന്നത് ഒരു കൃതിയെ കുറിച്ചാണ്. ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരാണ് ഇത് എഴുതിയത്? ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് അറിയോ? നെഹ്റു ആണ് കേട്ടോ. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇത് മലയാളി വൽക്കരിച്ചും ചോദിച്ചിട്ടുണ്ട്. ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന എന്താണ്? വിശ്വവിഖ്യാത ചരിത്രം. ഓക്കെ, നെഹ്റുവിൻ്റെ വിശ്വവിഖ്യാത ചരിത്രം എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നെഹ്റുവിൻ്റെ ആണ് എന്ന് ഓർക്കുക. അപ്പോൾ അതിൽ അദ്ദേഹം യൂറോപ്യന്മാരുടെ ഒട്ടേറെ കാഴ്ചകൾ, യൂറോപ്യൻ പ്രദേശങ്ങളുടെ കാഴ്ചകൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം സമുദ്രപാതകളൊക്കെ തുറന്ന അത്ഭുത കാഴ്ചകൾ 1001 രാവുകളുടെ ആലിബാബയും 40 കള്ളന്മാരും. നമുക്കറിയാം ആലിബാബയും 40 കള്ളന്മാരും ഏത് കൃതിയിൽ? നമുക്കറിയാം 1001 രാവുകളിൽ. ഈ കഥയിൽ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തുറക്കൂ സീസേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കറിയാം 1001 എത്രയാണ്? 1001 രാവുകളിലെ ആലിബാബയും 40 കള്ളന്മാരും അല്ലെ, ഒരു ഗുഹ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഗുഹയുടെ അകത്ത് നിധി ഉണ്ടെന്നും അത് തുറക്കുന്നതും. ഓക്കെ, അപ്പോൾ ഒരു നിധിശേഖരം കണ്ട ആലിബാബയുടെ അത്ഭുതത്തോടു കൂടിയാണ് യൂറോപ്യന്മാർ എന്ത് ചെയ്തത്? ഈ ലോകരാഷ്ട്രത്തെ കണ്ടത് എന്നെന്ത് ചെയ്തു? അത്ഭുതത്തോടു കൂടി ഈ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ആര് പറയുന്നുണ്ട്? നെഹ്റു പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, കൃതി ഓർത്തിരുന്നാൽ മതി. നമുക്കറിയാം യൂറോപ്യന്മാർ ഇതര ഭൂഖണ്ഡത്തിലേക്ക് ഈ ഒരു വ്യാപാരത്തിനായിട്ട് വന്നത് എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന്, തുർക്കികൾ കോൺസ്റ്റാന്റിനോബിൾ എന്ത് ചെയ്തു? കീഴടക്കി. എന്നടെ തുർക്കികൾ എന്നാണ് കോൺസ്റ്റാന്റിനോബിൾ കീഴടക്കിയത്? തുർക്കികൾ 1453 അല്ലേ. അപ്പോൾ അവർ വേറെ സമുദ്രപാത കണ്ടെത്താനും ഏഷ്യയിലേക്കൊക്കെയുള്ള കച്ചവടത്തിനൊക്കെ സാധ്യതകൾ കണ്ടെത്തി. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത് ഒക്കെ എന്താണ്? ഓരോരോ ഭൂമിശാസ്ത്ര പര്യവേഷണത്തിന് എന്ത് ചെയ്തു? കാരണമായി തീരുകയാണ് ചെയ്തത്. ഓക്കെ, മനസ്സിലായ? അപ്പോൾ ലോകത്താകമാനം ദൂരവ്യാപകമായ പ്രതിഫലങ്ങളുണ്ടായി. എന്തൊക്കെ? ഒന്ന് കോൺസ്റ്റാന്റിനോബിൾ കീഴടക്കിയതും, ഒന്ന് പോർച്ചുഗീസ് നാവികർ എന്ത് ചെയ്തു? ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നത്. അതൊക്കെ അന്നത്തെ വലിയ അത്ഭുതങ്ങളായിരുന്നു കേട്ടോ. മനസ്സിലായ? അപ്പോൾ തുർക്കികളിൽ കോൺസ്റ്റാന്റിനോബിൾ പിടിച്ചെടുത്തപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം എന്ത് ചെയ്തു? അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ കരമാർഗം എന്തായാലും ഇനി കച്ചവടം നടക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? കരഭാഗത്തിലൂടെ അതായത് കടലിലൂടെ എവിടെ എത്താനായിട്ട്? ഏഷ്യയിലേക്ക് കച്ചവടം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ ഈ പോർച്ചുഗീസ് നാവികർ ആദ്യം എത്തിച്ചേർന്ന സ്ഥലമാണ് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരത്തുള്ള ഗിനിയ. അതൊരു വലിയ നാഴികക്കല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് യൂറോപ്യന്മാർ എന്ത് ചെയ്തു? യൂറോപ്യന്മാരിൽ ആരാണ്? പോർച്ചുഗീസുകാർ. ഈ പോർച്ചുഗീസുകാർ എവിടെയാണ് എത്തിച്ചേർന്നത്? ആഫ്രിക്കയിലെ ഗിനിയയിലാണ് എത്തിച്ചേർന്നത്. അതൊരു നാഴികക്കല്ലാണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. പിന്നീടാണ് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഏഷ്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയത്. ഓക്കെ ആണോ? ഇനി കുരുമുളകും യൂറോപ്യന്മാരും, അതായത് ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഔഷധ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്യന്മാർ ഉപയോഗിച്ചിരുന്നു. നമ്മളിപ്പോഴും എന്താണ്? നമ്മൾ കുടൽ വെള്ളമാകുന്ന മുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മുളകുണ്ടല്ലോ, വറ്റൽ മുളക് എന്ന് പറയുന്നത് അധികം കഴിക്കാൻ പാടില്ല. കുരുമുളകാണ് ഔഷധ ഗുണമുള്ളത്. പക്ഷേ കുരുമുളകിന് വിലയുള്ളത് കൊണ്ട് നമ്മൾ അതങ്ങനെ എന്ത് ചെയ്യത്തില്ല? യൂസ് ചെയ്യത്തില്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ്? സാധാരണ മുളകാണ്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഈ ഒരു മഹിമ അറിഞ്ഞ് യൂറോപ്യന്മാർ എന്ത് ചെയ്തു? പണ്ട് കോൺസ്റ്റാന്റിനോബിൾ വഴിയാണ് അവർക്ക് ഈ കുരുമുളക് ലഭിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പാത അടച്ചപ്പോൾ അവർ കടൽ മാർഗം എന്ത് ചെയ്തു? ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യ പാത എന്ത് ചെയ്തു? കണ്ടെത്തി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ലോകത്തെ തന്നെ മാറ്റിമറിച്ചൊരു സമുദ്ര ഗവേഷണം അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര ഗവേഷണമാണ് പോർച്ചുഗലും സ്പെയിനുമാണ്. അപ്പോൾ ആദ്യം ഒരു തുടക്കം കുറിച്ചത്, ഭൂമിശാസ്ത്ര പര്യവേഷണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? പോർച്ചുഗലും സ്പെയിനുമാണ്. പിന്നീടാണ് നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഒക്കെ എന്ത് ചെയ്ത് ഈ കടൽ മാർഗം കണ്ടെത്തിയത്. മനസ്സിലായോ? അപ്പോൾ ഈ കടൽ മാർഗം കണ്ടെത്താനായിട്ട്, ഈ സമുദ്ര പര്യവേഷണം നടത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ,
ഒന്ന്, മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ നിർമ്മാണമാണ്. അന്നൊന്നും നമ്മുടെ ഇന്ത്യക്കാരൊന്നും ഈ കപ്പലിന്റെ പൊടി പോലും കണ്ടിട്ടില്ല, മനസ്സിലായ? അപ്പൊ മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ഇവരുടെ കയ്യിൽ കപ്പലുകളുടെ ശേഖരണം ഉണ്ടായിരുന്നു. കടലിൽ ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട് നാവിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. ഭരണാധികാരി ഇവിടെ അന്ന് അടിമത്തവും വിവേചനവും അല്ലെ, ജാതിയുടെ പേരിലുള്ള വിവേചനം നടന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ സൈനിക ശേഷി അല്ലെ, സമുദ്ര യാത്രാ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. സമുദ്ര യാത്രാ അനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാനനിരീക്ഷണം, ഇതെല്ലാം അവരെ എന്തിലേക്ക് നയിച്ചു? സമുദ്ര പരിവേഷണത്തിന് നയിച്ചു. അപ്പോൾ ഒന്ന് പറയാം, ഒന്ന് കപ്പലുണ്ടായിരുന്നു അവരുടെ കയ്യിൽ, നാവിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ശക്തമായ ഭരണാധികാരി, അതായത് ഭരണാധികാരികളുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. സൈനിക ശേഷി, സമുദ്ര അനുഭവങ്ങൾ അല്ലെ, എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്, സമുദ്ര അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഭൂപട നിർമ്മാണം, വാനനിരീക്ഷണം, ഇതെല്ലാ മേഖലയിലും പുരോഗതി കൈവരിച്ചതായിരുന്നു യൂറോപ്യൻ ശക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂറോപ്യന്മാർ ഇതര ഭൂഖണ്ഡത്തിൽ വന്നത് നമുക്ക് നോക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് യൂറോപ്യന്മാരുടെ ആദ്യത്തെ, നമുക്കറിയാം ആഫ്രിക്കയിലെ എവിടെ? ഗിനിയ അല്ലെ. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണ്ണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറൻ തീരപ്രദേശത്തിലേക്ക് സമുദ്രയാത്രയ്ക്ക് ആദ്യമായിട്ട് പ്രേരിപ്പിച്ചത്. അതായത് ആഫ്രിക്കയിൽ എന്തുണ്ട്? സ്വർണ്ണാഭരണമുണ്ട് അല്ലെ, സ്വർണ്ണമുണ്ട്, സ്വർണ്ണ നിക്ഷേപമുണ്ട്. എവിടെ? ആഫ്രിക്കയിലെ നൈജറിൽ. ഓക്കെ, അങ്ങനെ 1415 എന്ത് ചെയ്യുന്നു? മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാപ്പാട് എന്ന സ്ഥലത്ത് പോർച്ചുഗീസുകാർ വന്നത് എപ്പോഴാണെന്ന് അറിയാമോ? 1498 അല്ലേ, 1498. എന്നാൽ ആഫ്രിക്കയിൽ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിച്ചത് 1415. 1415 മനസ്സിലായ? മൊറോക്കൻ തീരത്ത് സ്യൂത്തയിൽ. ഓക്കെ, അപ്പോൾ ഈ പ്രദേശം പോർച്ചുഗീസിന് എന്ത് ചെയ്തു? ധാന്യങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരിടമായിട്ട് മാറി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? 1434 അത് എന്ത് സാധിച്ചു? ഈ പോർച്ചുഗീസുകാർക്ക് വളരെ ക്ലേശകരമായിരുന്നു ഈ ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? 1434 ഇവർക്ക് അതിനും എന്ത് ചെയ്തു? സാധിച്ചു. ഏതാണ്? ഈ ബൊജാദർ മുനമ്പ് എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ബൊജാദർ എന്ന് പറയുന്ന ഒരു മുനമ്പുണ്ടായിരുന്നു. അത് മുറിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ 1434 ഇതിന് സാധിച്ചതോടുകൂടി പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്ത് എന്ത് ചെയ്തു? എത്തിപ്പെടാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബൊജാദർ മുനമ്പ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ, മനസ്സിലായേ? അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ഓരോ പ്രദേശത്ത് വന്നു, അവരുടെ കൃഷിയൊക്കെ വ്യാപിപ്പിച്ചു, അങ്ങനെ കോളനി സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ എന്ത് ചെയ്തു? ആഫ്രിക്കൻ തീരത്തെ പരിവേഷണവും അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള യാത്രാ പരമ്പരയിലെ ഒരു ബേസിക് കാര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ ബൊജാദർ എന്ന് പറയുന്ന ആ ഒരു സാധനം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ആദ്യം എന്തായിരുന്നു ക്ലേശകരം എന്ന് ചോദിച്ചാൽ ആ ബൊജാദർ മുനമ്പാണ് കേട്ടോ, ബൊജാദർ മുനമ്പ്. ഓക്കെ, ഇനി കോളനിവൽക്കരണം. എന്താണ് കോളനിവൽക്കരണം എന്ന് വെച്ചാൽ ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന കോളനിവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യം ഇപ്പോൾ ബ്രിട്ടീഷുകാരാണെന്ന് വെച്ചോ, അവരുടെ രാജ്യമല്ലാത്ത ഇന്ത്യയിൽ വന്ന് അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ ആരുടെ കോളനിയായി? ബ്രിട്ടീഷുകാരുടെ കോളനിയായി. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കോളനിയുടെ കൂട്ടായ്മേനെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയാമോ? പണ്ട് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. ആ കോളനിയുടെ കൂട്ടായ്മേനെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. അതെ, കോമൺവെൽത്ത് ഗെയിംസ് അല്ലേ, കേട്ടിട്ടില്ലേ? അതാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി അറ്റ്ലാന്റിക് ദ്വീപുകൾ നമുക്കൊന്ന് നോക്കാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. അപ്പം നമുക്കറിയാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ്. ഓക്കെ, അവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ കണ്ടോ? ആ ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് മദൈര, അസോറസ്, ക്യാനറി,
കേപ്പ് വെർത്ത് എന്നിവ എന്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ദ്വീപുകളാണ്. ഓക്കെ, അസോറസ്, മദൈര, കാനറി, കേപ്പ് വെർത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർഷികോൽപാദന കേന്ദ്രമായിട്ടും തുറമുഖ കേന്ദ്രമായിട്ടാണ് ആര് കണ്ടിരുന്നത്? യൂറോപ്യന്മാർ കണ്ടിരുന്നത്. കേട്ടോ, ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ലഭിക്കുന്ന ഇടത്താവളമായിട്ടും ഈ ദ്വീപുകളെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇതിലെ കാനറി ദ്വീപിൻ്റെ കാര്യം ഒന്ന് ഓർത്താൽ, ഈ കാനറി ദ്വീപ് സ്പെയിനിൻ്റെ നിയന്ത്രണത്തിലായി എന്നവർ പറയുന്നുണ്ട്. കേട്ടോ, കാനറി ദ്വീപുകൾ പിന്നീട് എന്ത് ചെയ്തു? ആരുടെ നിയന്ത്രണത്തിലാണ് ആയത്? സ്പെയിൻ. കാനറി ദ്വീപ് സ്പെയിനിൻ്റെ നിയന്ത്രണത്തിൽ. ഓക്കെ, ഇനി നമുക്കറിയാം ശുഭപ്രതീക്ഷ മുനമ്പ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളത് അല്ലെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെ. അത് കണ്ടെത്തിയത് ആരാണടാ? ഒരു പോർച്ചുഗീസ് നാവികനാണ്. ആരാണ്? ബർത്തലോമിയ ഡയസ്. ആരാണ്? ബർത്തലോമിയ ഡയസ്. അപ്പോൾ പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേരുന്നു. മനസ്സിലായോ? അപ്പോൾ കേപ്പ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേരുന്നത് എന്നാണ്? 1488. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസ് നാവികനായ ആരാണ്? ബർത്തലോമിയ ഡയസ്. ആരാണ്? ബർത്തലോമിയ ഡയസ്. ഓക്കെ ആണോ? എവിടെ എത്തിച്ചേരുന്നു? നമ്മുടെ ആഫ്രിക്കയിലെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഓക്കെ, ശുഭപ്രതീക്ഷ മുനമ്പെന്ന് കേട്ടു. അതായത് പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് നിർമ്മിക്കുകയും അതിനുശേഷം എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? കേപ്പ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 എവിടെ എത്തി? കോഴിക്കോടെത്തി. കോഴിക്കോടുള്ള കാപ്പാടെത്തുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ആധിപത്യം ഉറപ്പിക്കുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. അതായത് അപ്പോൾ പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്താൻ കഴിയുന്നില്ലായിരുന്നു പോർച്ചുഗീസുകാർക്ക്. പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഭേദിച്ച് അവർ അങ്ങനെയുള്ള കപ്പലൊക്കെ നിർമ്മിച്ച് 1498 എത്തി എന്നുള്ള കാര്യം അറിയാലോ. അവർ ഈ വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെയാണ് ആഫ്രിക്കയിലെ കിഴക്കൻ തീരം ചുറ്റി. ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആഫ്രിക്കയുടെ എന്താണ്? തെക്കേ അറ്റമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കിഴക്കേ അറ്റത്തിലാണ് ആഫ്രിക്കയുടെ തെക്ക് വന്നിട്ട് കിഴക്കേ അറ്റത്തിലൂടെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത്. മനസ്സിലായോ? ഓക്കെ, ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാടിലാണ് ആദ്യമായിട്ട് എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പം ഇത് പോർച്ചുഗീസുകാരെ പോലെ തന്നെ വേറൊരാളാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്ര യാത്ര പാരമ്പര്യം ആർക്കുണ്ടായിരുന്നു? സ്പെയിനിനുണ്ടായിരുന്നു. ഓക്കെ, സ്പെയിനിലെ ഭരണാധികാരിയായ ഫെർഡിനൻഡിന്റെയും ഇസബലിന്റെയും സഹായം ഇവർക്ക് കിട്ടിയിരുന്നു. സ്പെയിനിന്റെ സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ്. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബഹാമാസ് ദ്വീപിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാണ് അവിടെ എന്ത് ചെയ്തത്? എത്തിച്ചേർന്നത് കൊളംബസ് അല്ലേ? മനസ്സിലായ? അപ്പൊ ആരാണ്? സ്പെയിനിന്റെ നാവികനായി. സ്പെയിനാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരനാണ്, എവിടത്തെ നാവികനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പെയിനിൻ്റെയാണ് കേട്ടോ. നോക്കിയേ, അല്ല സ്പെയിനല്ല, ഇറ്റാലിയൻ. സ്പെയിനിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഇറ്റാലിയൻ നാവികൻ 1492 ആ വർഷം ചോദിച്ചിട്ടുണ്ട്. ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആര്? ക്രിസ്റ്റഫർ കൊളംബസ്. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിക്കാരനാണ്. എന്നാണ് എത്തിച്ചേർന്നത്? വടക്കേ അമേരിക്കയിൽ എന്നാണ് എത്തിച്ചേർന്നത്? 1492. ഓക്കെയാണ്, 1492 വടക്കേ അമേരിക്കയിലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഏത് ദ്വീപിൽ എത്തിച്ചേരുന്നു? ബഹാമാസ്. അപ്പൊ അന്ന് വരെ യൂറോപ്യന്മാർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, അറിയത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ആ ഭൂപ്രദേശം യൂറോപ്യന്മാര് അധിനിവേശത്തിനും ചൂഷണത്തിനും ഒക്കെ വിധേയമായി തീർന്നു. പുതിയൊരു ലോകം, ന്യൂ വേൾഡ് എന്ന് വിശേഷിക്കപ്പെട്ടു ആ ഭൂപ്രദേശമാണ്
പിന്നീട് അമേരിക്ക എന്നറിയും. ന്യൂ വേൾഡ് എന്നത് ഇവിടുത്തെ കണ്ടോ, ഇതാണ് ബഹാമാസ്, ഇതാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഈ ബഹാമാസ്. അപ്പോൾ ബഹാമാസിൽ ആരെത്തിച്ചേരുന്നു? നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിച്ചേർന്നു. ക്രിസ്റ്റഫർ കൊളംബസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ക്രിസ്റ്റഫർ കൊളംബസ് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഇതിലേ വന്ന് ഇവിടെ എത്തുന്നു ബഹാമാസിൽ. ഓക്കെ, ഇത് നോക്കിക്കേ, സമുദ്രയാത്ര നടത്തിയ ചുവപ്പ് ലൈൻ നോക്കിയേ, ചുവപ്പ് ലൈൻ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് തിരിഞ്ഞ് അവർക്ക് നേരെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്തു? നേരെ തിരിഞ്ഞ് കണ്ട തെക്കിലൂടെ കിഴക്ക് വശത്തേക്ക് പോയാണ് എവിടെ എത്തിയത്? കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിയത്. ആരാണ്? വാസ്കോ ഡ ഗാമ. മനസ്സിലായോ? അപ്പോൾ അവർ പുതിയൊരു ലോകം എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യം പഠിക്കാനുള്ളത് പ്രിൻസ് ഹെൻറിനെ കുറിച്ചാണ്. പോർച്ചുഗീസ് രാജകുമാരും പര്യവേക്ഷണനുമായ ഹെൻറി സമുദ്ര യാത്രകളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂള് സ്ഥാപിച്ചു. അതായത് പോർച്ചുഗലിൽ ആദ്യ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ആദ്യ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത്? പോർച്ചുഗലിൽ ആദ്യ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? പ്രിൻസ് ഹെൻറിയാണ്. 1419 കേട്ടോ. അപ്പോൾ പോർച്ചുഗലിലെ ആദ്യ നാവിഗേഷൻ സ്കൂളിൻ്റെ പേരാണ് സാഗ്രസ്. എന്താണ് നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത്? പോർച്ചുഗലിൽ എവിടെയാണ്? സാഗ്രസിലാണ്. എവിടെയാണ്? സാഗ്രസിൽ. ഓക്കെ, സ്ഥാപിച്ച ആൾ ആരാണ്? പ്രിൻസ് ഹെൻറിയാണ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ഇതെന്നാണ്? 1419 കാര്യം ഓർക്കുക. ആദ്യത്തെ നാവിഗേഷൻ സ്കൂളാണ് പോർച്ചുഗലിലെ സാഗ്രസ്. എവിടെയാണ്? സാഗ്രസിൽ. ഓക്കെ ആണോ? അദ്ദേഹം പിന്നെ എന്താണ്? സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകൾക്ക് നാവികർക്ക് എന്ത് ചെയ്തു? പരിശീലനം നൽകി. പിന്നെ അറ്റ്ലാന്റിക് ദ്വീപുകളിലൂടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് പര്യവേഷണത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഓർക്കേണ്ടത് പോർച്ചുഗീസ് രാജകുമാരനാണ് ആര്? ഹെൻറി എന്ന് പറയുന്നത്. പിന്നെ പോർച്ചുഗലിലെ എവിടെയാണ് നാവിഗേഷൻ സ്കൂൾ എന്ന് വെച്ചാൽ സാഗ്രസിലാണ്. എവിടെയാണ്? സാഗ്രസിൽ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിയാണ്. എന്നാണ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നത്? 92 92 ആണ്. ഓക്കെ, 1492 വടക്കേ അമേരിക്കയിലെ ബഹാമസ് ദ്വീപ് കണ്ടെത്തുന്നു. ആര്? ക്രിസ്റ്റഫർ കൊളംബസ്. ഓക്കെ, അപ്പം നോക്കിക്കേ, പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിക്കോ വെസ്പൂച്ചി. എന്താണ്? അമേരിക്കോ വെസ്പൂച്ചിയാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിയുകയും ആ പ്രദേശത്തെ പുതിയ ലോകമെന്ന് വിളിച്ചതും ചെയ്തത്. അപ്പോൾ ഇത് പിന്നീട് 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവും മാർട്ടിൻ വാൾക്ക് സി മുള്ളർ അമേരിക്ക വെസ്പൂച്ചിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഇതിന് എന്ത് പേര് കൊടുത്തത്? അമേരിക്ക എന്ന പേര് കൊടുത്തത്. അപ്പോൾ അമേരിക്ക എന്ന പേര് കൊടുത്തത് ആരാണ്? മാർട്ടിൻ വാൾസി മുള്ളർ. ആരാണ്? മാർട്ടിൻ വാൾസി മുള്ളർ. ഓക്കെ ആണോ? മാർട്ടിൻ എന്നെങ്കിലും ഓർത്തെടുക്കുക, ജർമ്മൻ ഭൂപട നിർമ്മാതാവാണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ പുതിയ ഭൂഖണ്ഡമാണ് എന്ന് വിളിച്ചത് ആരാണ്? അമേരിക്കോ വെസ്പൂച്ചിയാണ്. പക്ഷെ ഇത് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഓക്കെ, അപ്പോൾ ബർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ആരാണ്? ബർത്തലോമിയോ ഡയസ് നിങ്ങൾക്കറിയാലോ, ശുഭപ്രതീക്ഷ മുൻപ് കണ്ടെത്തിയതാണ് ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ശേഷം 1492 വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമാസ് ദ്വീപിലെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. പിന്നീട് ഒരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിക്കോ വെസ്പൂച്ചി എന്ത് ചെയ്യുന്നു? ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് പറയുന്നു. ഓക്കെ, ആ പുതിയ ഭൂഖണ്ഡത്തിന് ആ പേര് കൊടുത്തത്, അമേരിക്ക എന്ന പേര് കൊടുത്തത് ആരാണ്? മാർട്ടിൻ വാൾസി മുള്ളർ. ഓക്കെ ആണോ? ഇനി ഓരോ വ്യക്തികളെ പറയുന്നുണ്ട്. ആ കാലത്തെ ഭൂമിശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തിയ പെഡ്രോ അൽവാരസ് കപ്രാൽ. നിങ്ങൾക്കറിയാം പെഡ്രോ
പെട്രോ അൽവാരസ് കപ്രാൾ ആരാണ്? നമുക്കറിയാം വാസ്കോഡ ഗാമയ്ക്ക് ശേഷം എവിടെ എത്തിയത്? ഇന്ത്യയിലേക്ക് എത്തിയ സഞ്ചാരിയാണ് അല്ലെ, പോർച്ചുഗീസ് സഞ്ചാരിയാണ് കബ്രാൾ എന്ന് പറയുന്നത്. ഈ കബ്രാൾ എന്ത് ചെയ്തു? ബ്രസീൽ അന്നത്തെ പരീക്ഷണ കേന്ദ്രം ബ്രസീൽ കണ്ടെത്തിയത് പെട്രോ അൽവാരസ് കപ്രാൾ ആണ്. ഓക്കെ. ഇനി ഫെർഡിനാൻഡ് മെഗല്ലൻ, നമുക്കറിയാം ആദ്യമായിട്ട് സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആരാണ്? മെഗല്ലൻ ആദ്യമായിട്ട് സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആരാണ്? ഫെർഡിനാൻഡ് മെഗല്ലൻ. ഇനി ജോൺ കാമ്പോട്ട്, എന്താണ്? ജോൺ കാമ്പോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തി. ആരാണ്? ന്യൂ ഫൗണ്ട്ലാൻഡ്. ഇപ്പോൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത് ആരാണ്? ജോൺ കാമ്പോട്ട് ആണ് കേട്ടോ. ജോൺ കാമ്പോട്ട് നമുക്കല്ല, 10ൽ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും അറിയാമോ? കബ്രാൾ ബ്രസീലാണ്. മെഗല്ലൻ നിങ്ങൾക്കറിയാം, ലോകം ചുറ്റി സഞ്ചരിച്ചു. ജോൺ കാമ്പോട്ട് ഒന്ന് ഓർക്കുക, ചിലപ്പോൾ അതിൽ നിന്ന് എടുത്ത് ചോദിക്കും. ജോൺ കാമ്പോട്ട് എന്താണ്? ന്യൂ ഫൗണ്ട്ലാൻഡ്. ഓക്കെ, ന്യൂ ഫൗണ്ട്ലാൻഡ്. ഓക്കെ, സെറ്റാണോ? അടുത്തിലോട്ട് പോവേണേ. ത്രികോണ വ്യാപാരം. എന്താണ് ത്രികോണ വ്യാപാരം? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ് കേട്ടോ, ഡിഗ്രിക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് എന്നിട്ട് ആരെ വാങ്ങിച്ചു? അടിമകളെ വാങ്ങിച്ചു. എന്നിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയി വിറ്റു. അമേരിക്കയിൽ നിന്നും പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും ഒക്കെ വാങ്ങിച്ച് എങ്ങോട്ട് കൊണ്ടുപോയി? യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ആ ഒരു വ്യാപാരത്തിനെയാണ് ത്രികോണ വ്യാപാരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇങ്ങനെ ഒരു ത്രികോണ വ്യാപാരം അറിയാലോ? അറിയാം. ഇവർ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ വിറ്റഴിച്ചു? ആഫ്രിക്കയിൽ വിറ്റഴിച്ചു. എന്നിട്ട് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ എങ്ങോട്ടത്തേക്ക് കൊണ്ടുപോയി? അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? പഞ്ചസാരം വീഞ്ഞും പരുത്തിയൊക്കെ വാങ്ങിച്ച് വീണ്ടും യൂറോപ്പിൽ പോയി. അതൊരു ത്രികോണ വ്യാപാരമാണ്. എന്ത് വ്യാപാരം? ത്രികോണ വ്യാപാരം. ഓക്കെ. ഇവിടെ കൊടുത്തിട്ടുള്ള ത്രികോണ വ്യാപാരം കണ്ടോ? യൂറോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആഫ്രിക്കയിൽ പോയി, അവിടെ നിന്ന് അടിമകളെയൊക്കെ വാങ്ങിച്ചിട്ട് അമേരിക്കയിൽ പോയി, അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീണ്ടും യൂറോപ്പിൽ വന്നു. ഉണ്ടാ ഒരു ത്രികോണ വ്യാപാരം, 3 ഭൂഖണ്ഡങ്ങളുമായിട്ടുള്ള ഒരു വ്യാപാരം. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ഇതാണ് ത്രികോണ വ്യാപാരം. നിങ്ങളോട് ചോദിക്കും, ത്രികോണ വ്യാപാരത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണെടാ? ഏതൊക്കെ കോണ്ടിനെൻ്റ് ആണ്? യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. മനസ്സിലായോ? ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലാണ് ത്രികോണ വ്യാപാരം ഉണ്ടായത് എന്ന് ചോദിക്കാം. ഓക്കെ. അടുത്തത്, ഈ ഭൂമിശാസ്ത്ര ഗവേഷണ ഫലമായിട്ട് പല അനന്തര ഫലങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്ന്, നമ്മൾ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്ന വൻകരയിൽ യാത്ര ചെയ്യുന്നതിന് ഏറ്റവും പ്രധാന പാതയായിട്ട് എന്തിനെ കണ്ടെത്തി? അറ്റ്ലാന്റിക് തീരം മാറി. അപ്പോൾ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ ഈ വൻകരകളിലേക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള പ്രധാന പാത ഏതായി? അറ്റ്ലാന്റിക് തീരം. ഓക്കെ. തൽഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അമേരിക്ക, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിലായി. അപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ, ആഫ്രിക്ക ആയിക്കോട്ടെ, ഏഷ്യ ആയിക്കോട്ടെ, ഇതൊക്കെ യൂറോപ്യന്മാരുടെ കയ്യിലായി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയായി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പോൾ ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, അതിൻ്റെ കുത്തക ആർക്ക് കിട്ടി? യൂറോപ്യന്മാർക്ക് കിട്ടി. ഇനി തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തിച്ചു. അവയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലും എത്തി. അപ്പോൾ ആ സ്വർണവും വെള്ളിയുടെയും ഭൂരിഭാഗം എവിടെയും എത്തി? ഇന്ത്യയിലേക്ക് എത്തി. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം ഉണ്ടായിരുന്നു. ഒരു ട്രയാങ്കുലർ ട്രേഡ് ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിലെത്തിയതോടെ നാണയ ഉപയോഗത്തിൻ്റെ തോത് എന്ത് ചെയ്തു? വർദ്ധിച്ചു. അപ്പോൾ ഇത്രയുമാണ് അനന്തരഫലങ്ങൾ. ഒന്ന്, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വാണിജ്യമായിട്ട് മാറുന്നു. ഓക്കെ. അറ്റ്ലാന്റിക് സമുദ്രം വാണിജ്യമായിട്ട് വളരുന്നു. പിന്നെ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ എവിടെയിൽ ആര് വന്നു? യൂറോപ്യന്മാർ വന്നു. കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം കുത്തകയാക്കി ആര്? യൂറോപ്യന്മാർ. തെക്കേ അമേരിക്കയിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു? സ്വർണവും വെള്ളിയും കൊണ്ടുവന്ന് അത് ഇന്ത്യയിലേക്ക് എത്തിച്ചു. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും തമ്മിൽ എന്ത് വ്യാപാരം? ഒരു ട്രയാങ്കുലർ ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ സ്വർണം, വെള്ളി എന്നിവ ഉപയോഗിച്ചില്ലേ? ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് നാണയങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിക്കാൻ തുടങ്ങി. ഇത്രയുമാണ് കേട്ടോ. പിന്നീട് ആദ്യം വ്യാപാരം ആരംഭിച്ച് പോർച്ചുഗലും സ്പെയിനും അല്ലേ? അപ്പോൾ അവരുടെ വ്യാപാരം എന്ത് ചെയ്തു? തകർന്നു. ആരൊക്കെ മുൻപന്തിയിൽ വന്നു? നെതർലാൻഡും ഇംഗ്ലണ്ടും ഫ്രാൻസും മുൻപന്തിയിൽ വരാനായിട്ട് തുടങ്ങി. മനസ്സിലായ? ആദ്യം വന്നത് പോർച്ചുഗീസ്, സ്പെയിനാണ്.
പക്ഷേ ഇവരെല്ലാവരും വന്നതിൻ്റെ പാതയിലൂടെ ആരും വന്നു, ബാക്കിയുള്ള യൂറോപ്യന്മാരും വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? വാണിജ്യം കൈയടക്കുന്നു. മനസ്സിലായ? അപ്പോൾ നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഓക്കെ. ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും അവരെന്ത് ചെയ്യുന്നു? അത് നമുക്കറിയാം. ഈ നെതർലാൻഡിനെ പിന്തള്ളിയാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോളനികൾ സ്ഥാപിക്കുന്നത്. കേട്ടോ? സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നെ ലാറ്റിൻ അമേരിക്കൻ എന്നറിയപ്പെട്ട. അപ്പോൾ ആരുടെയൊക്കെ കയ്യിലിരുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്? സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളെയാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ രാജ്യം പറയും? സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും അധീനതയിലുണ്ടായിരുന്നത്. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റിൻ അമേരിക്കൻ എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ പോർച്ചുഗലിൽ കോളനികൾ ഏതെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നോക്കി എഴുതാനാണ് കേട്ടോ. അത് നമുക്ക് വേണ്ട. നമുക്ക് അടുത്തതിലോട്ട് നോക്കാം. മെർക്കൻറ്റിലിസം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യമാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. എവിടുത്തെ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടുത്തെ പഠിച്ചിട്ടുണ്ട്? അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടോ? അമേരിക്കൻ വിപ്ലവത്തിൽ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ അല്ലേ? ഓക്കെ. US പഠിച്ചിട്ടുണ്ട്. 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജസഭയും മികച്ച സ്വീകരണമാണ് നൽകിയത്. കാരണം 60 ഇരട്ടിയോളമാണ് കൊണ്ടുപോയത്. ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, അതായത് സ്പൈസസ് എല്ലാം കിട്ടുമെന്ന്. ഓക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് അവിടെ എന്ത് കൊണ്ടു കൊടുക്കാം? സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലൈറ്റ് തുടങ്ങിയവയാണ് അവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടതെന്ന് വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അവർ നമ്മളെയാണ് എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. ഇതാരുടെ വാക്കുകളാണ്? അത് മാനുവൽ രാജാവിൻ്റെ വാക്കുകളാണ് കേട്ടോ. മാനുവൽ രാജാവിൻ്റെ വാക്കുകളാണ്. അതായത് അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം എന്തായിരുന്നു? സ്വർണം, വെള്ളിയും നേടുകയായിരുന്നു. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമോ എന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. അതായത് വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നത് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയമാണ് മെർക്കൻറ്റിലിസം എന്നറിയപ്പെടുന്നത്. എന്താണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്? നമുക്കറിയാം അമേരിക്കയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? അവിടെ എന്താണ്? ഓരോ നയങ്ങൾ രൂപപ്പെടുത്തി അല്ലേ? നികുതികളും അതുപോലെ തന്നെ ഓരോ നയങ്ങൾ രൂപപ്പെടുത്തി അവരുടെ അസംസ്കൃത വസ്തുക്കൾ വിൽക്കാനും നേടാനും ഒക്കെയുള്ള. അപ്പോൾ അതുപോലെ തന്നെ വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയത്തിനെ വിളിക്കപ്പെടുന്ന പേരെന്താണെന്ന് ചോദിക്കും. അതും മെർക്കൻറ്റിലിസം ആണ് കേട്ടോ. മെർക്കൻറ്റിലിസം. ഓക്കെ. മെർക്കൻറ്റിലിസം മാറിപ്പോലെ രണ്ടും ഉണ്ട്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്ന ലക്ഷ്യത്തോടെ അക്കാലത്തെ സാമ്പത്തിക നയത്തിനെയും പറയുന്ന പേരെന്താണ്? മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങളാണ് കേട്ടോ. നിയമങ്ങൾ. ഓക്കെ. അത് അമേരിക്കയിലാണ് എന്നുള്ളൊരു കാര്യം ഓർക്കാം. ഇനി ബുള്ളിയൻ സമ്പ്രദായം. ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നത് സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? സമ്പത്ത് എന്ന നിലയ്ക്ക് സാമ്പത്തികമായിട്ട് എന്താണ്? സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങൾ എന്ത് ചെയ്യും? സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങളെയാണ് ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ട. സ്വർണത്തിനെയും വെള്ളിനെയാണ് എന്ത് പേരിൽ അറിയപ്പെട്ട? ബുള്ളിയൻ. ഓക്കെ ആണോ? സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? ബുള്ളിയൻ എന്നാണ്. ഓക്കെ ആണോ? ഇനി കൊളോണിയൽ നയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകണം. കൊളോണിയൽ നയങ്ങൾ. കോളനിയിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധിനിവേശ രാജ്യങ്ങൾ എന്ത് ചെയ്തു? നയങ്ങളും തന്ത്രങ്ങളും ഒക്കെ രൂപീകരിച്ചു. അതാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കോളനിയിൽ നിന്ന് മാക്സിമം സമ്പത്ത് എന്ത് ചെയ്യുക? അടിച്ചു മാറ്റുക. അപ്പോൾ ആ ലക്ഷ്യത്തോടെ വന്ന നയമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് പറയുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര കുത്തക അറബിയിൽ നിന്ന് ആര് പിടിച്ചെടുത്തു? ഈ കോളനി. അതായത് നമുക്കറിയാം കാപ്പാട് എന്ന സ്ഥലത്ത് പോർച്ചുഗീസുകാർ വന്നിട്ട് ആരാദ്യം കാണാൻ പോയി? കോഴിക്കോട് സാമൂതിരിയെ കാണാൻ പോയി. അപ്പോൾ അവരോട് പറഞ്ഞതും എന്താണ്? സാമൂതിരിയെ കാണാൻ പോയപ്പോൾ
അതെ, അറബികളെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? പുറത്താക്കണമെന്നും വ്യാപാര കുത്തക എന്ത് ചെയ്യണം? നമ്മൾക്ക് നൽകണമെന്നുമാണ് സാമൂതിരിയോട് പറഞ്ഞത്. പക്ഷെ സാമൂതിരി അത് കേട്ടോ? ഇല്ല, സാമൂതിരി അതെന്ത് ചെയ്തില്ല? കേട്ടില്ല. അപ്പൊ സാമൂതിരി എന്ത് പറഞ്ഞു? സാമൂതിരി അത് കേൾക്കാതെ എന്ത് പറഞ്ഞു? അതെ, എന്ത് ചെയ്യില്ല, അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് നേരെ തിരിച്ചു പോകാനാണ് ഒരുങ്ങിയത്. പക്ഷെ ആര് 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 പിരിച്ചുവിട്ടില്ല? കണ്ണൂരിൽ കോലത്തിരി രാജാവ് അല്ലെ, കോലത്തിരി അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? വിളിക്കുകയും വ്യാപാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അല്ല, അന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അല്ലെ, പറഞ്ഞു വിടാതിരുന്ന നന്നായി. അല്ലെങ്കിൽ ഇന്നും അല്ലെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും തമ്മിത്തല്ലൊക്കെ ഉണ്ടായി ഇവിടെ കടന്നനെയായിരുന്നു കേട്ടോ. ഒരു പുരോഗതി ഇല്ലാത്തൊരു രാജ്യമായിട്ട് മാറിയേനെ ഇന്ത്യ. ഇപ്പോഴും എന്ത് ചെയ്തു? അടിമകളെ പോലെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഓക്കെ, മനസ്സിലായ? ഓക്കെ, അപ്പോൾ എന്താണ് കൊളോണിയൽ നയങ്ങൾ എന്ന് മനസ്സിലായല്ലോ. കോളനിയിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്ന്. അപ്പോൾ സുഗന്ധ ദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിന്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ ഇതും പ്രകാരം അവരെന്ത് ചെയ്തു? കോളനിയുടെ വ്യാപാരം പോർച്ചുഗീസ് രാജാവ് കുത്തകയാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരല്ലാതെ മറ്റു യൂറോപ്യൻ ശക്തികളെ എന്ത് ചെയ്യാൻ പറ്റില്ല? കപ്പലുകളിൽ യാത്ര ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ല. നമുക്കറിയാം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നങ്കൂരം ഇട്ടിട്ട് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു. ഒരു പാസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആര്? അതെ, കാർട്ടസ് സമ്പ്രദായം അല്ലേ. അവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസുകാർ തമ്പടിച്ച് നിന്നിട്ട് അവിടെ നിന്നും പാസ് ഇല്ലാതെ, അതായത് ഈ പാസിന്റെ പേരാണ് കാർട്ടസ് പാസ് ഇല്ലാതെ ആര് വന്നാലും അവിടെ അതിലുള്ള ആൾക്കാരെ അടിമകളാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുകയും ചെയ്തിരുന്നു? കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, മനസ്സിലായ? അപ്പോൾ മറ്റ് യൂറോപ്യൻ ശക്തികളെ വ്യാപാരത്തിൽ നിന്ന് അകറ്റാൻ ആര് ശ്രമിച്ചിരുന്നു? പോർച്ചുഗീസുകാർ ശ്രമിച്ചിരുന്നു. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. അപ്പോൾ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എങ്ങനെയാണ് വ്യാപാരം നടത്തിയിരുന്നതെന്ന് വെച്ചാൽ ജോയിന്റ് സ്റ്റോക്ക് വഴി. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് വഴി? എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനിയുമായിട്ടുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഡച്ചും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് നടത്തിയിരുന്നത്. പക്ഷേ പോർച്ചുഗലിലും സ്പെയിനൊക്കെ എങ്ങനെയാണ്? രാജാക്കന്മാരോട് നേരിട്ടാണ് എന്ത് നടത്തിയിരുന്നത്? വ്യാപാരം നടത്തിയിരുന്നത്. രാജാക്കന്മാർ ഈ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരം നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും ഒക്കെ ചെലവഴിച്ചു. പക്ഷെ കമ്പനി എന്ത് ചെയ്തു? ലാഭം വീണ്ടും വ്യാപാരത്തിൽ തന്നെ എന്ത് ചെയ്തു? വ്യാപാരത്തിൽ തന്നെ കൂടുതൽ എന്ത് ചെയ്തു? വരുമാനം നേടി. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇപ്പം നോക്കിക്കേ, ലോട്ടറി അടിച്ച ആൾ രക്ഷപ്പെടില്ല എന്ന് പറയാറുണ്ട്. കാരണം ഒരു പൊട്ടന് ലോട്ടറി അടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾക്കറിയാം. അവർക്ക് എന്തൊക്കെ മോഡികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഓട്ടോക്കാരന് ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓട്ടോക്കാരനായ ഒരാൾക്ക് 2 കോടിയോ എത്രയോ കോടി രൂപ അടിച്ചു. അപ്പം അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ എന്താണ് ചെയ്തത്? അയാൾ അതിൽ നിന്നുള്ള ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള ലാഭം എടുത്ത് കച്ചവടം ചെയ്തു. എന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ചിലർ അങ്ങനെ ആയിരിക്കൂല. കിട്ടിയ പൈസ എല്ലാം എന്തെങ്കിലുമൊക്കെ മോടി പിടിപ്പിക്കാനും ദൂർത്തിനും ആർഭാടത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതങ്ങ് പെട്ടെന്ന് അങ്ങനത്തെ തീരുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായ? അപ്പം ഇതുപോലെയാണ് ഇവിടെയും നടന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കേ, വ്യാപാരത്തിലൂടെ ഒരുപാട് ലാഭം രാജാക്കന്മാർക്ക് കിട്ടി. പക്ഷെ രാജാക്കന്മാർ എന്തെങ്കിലും ചെയ്തെന്നറിയാമോ? അത് കൊട്ടാരങ്ങൾ നിർമ്മിച്ച് മോടി പിടിപ്പിച്ച് അങ്ങനെയായിട്ട്. പക്ഷെ കമ്പനിക്കാർ അവർക്ക് കിട്ടിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ തന്നെ നിക്ഷേപിച്ചു, കൂടുതൽ വരുമാനം നേടി. എന്നിട്ട് വ്യവസായശാലകൾ എന്ത് ചെയ്തു? ആരംഭിച്ചു. അതാണ് പൊട്ടന്മാരായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എങ്ങനെയാണ് വ്യാപാരം നടത്തിയിരുന്നത്? ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എങ്ങനെയാണ് വ്യാപാരം നടത്തിയിരുന്നത് അറിയാമോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വഴിയാണ് അല്ലേ? ജോയിന്റ് സ്റ്റോക്ക് നേരിട്ടാണോ? അല്ല, പോർച്ചുഗലിലും സ്പെയിനുമാണ് എന്ത് ചെയ്തത്? രാജാക്കന്മാരുമായിട്ട് നേരിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവർ ജോയിന്റ് സ്റ്റോക്ക് വഴിയാണ്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ? മൂലധനത്തിന്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മൂലധനം ഏകീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നിക്ഷേപത്തിന് സൗകര്യം ഒരുക്കി. അപ്പോൾ ഓരോ നിക്ഷേപകർക്കും അതിൽ ഓഹരി ഉണ്ടായിരിക്കും. ഓരോ നിക്ഷേപകർക്കും അതിൽ ഓഹരി ഉണ്ട്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് ഉണ്ടത് ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ആയിരുന്നു കേട്ടോ. ഷെയർ ഇട്ടിട്ട് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. ഓക്കെ, ഇനി കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയുമാണ് പഠിക്കാൻ പോകുന്നത്. ഇച്ചിരി വലിയ ചാപ്റ്ററാണ്, കുറച്ചുകൂടെ എടുക്കുകയാണേ. ഓക്കെ, യൂറോപ്പിൽ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒലൈദ ഇക്യാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരമാണ് മേളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലയിലിട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന ഒട്ടേറെ കറുത്തവർഗ്ഗക്കാരാണ്. അടിമകളെ കുറിച്ചുള്ള ദാരുണമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആരാണ്? ഒലൈദോ ഇക്യാനോ എന്ന് പറയുന്ന ഒരു അടിമ. മനസ്സിലായോ? അപ്പോൾ കോളനിവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനിയുടെ സമ്പത്ത് ഒഴുകി. നമുക്കറിയാം കോളനിവൽക്കരണം, ഇവിടെ നിന്ന് സ്വതന്ത്ര രാജ്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടത്തേക്ക് സമ്പത്ത് ഒഴുകുകയാണ് ചെയ്തത് ആ സമയത്ത്. പിന്നീടാണ് അവരെന്ത് ചെയ്തത്? ഇവിടെ കോളനിവൽക്കരിച്ചിട്ട് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് തുടങ്ങിയത്. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു കച്ചവടത്തിന് വേണ്ടി ആദ്യം വന്നു, പിന്നെ എന്ത് ചെയ്തു? ഇവിടുത്തെ പ്രദേശങ്ങൾ അല്ലേ, അവിടുത്തെ പ്രദേശങ്ങളിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയ അധികാരങ്ങൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങ് നഷ്ടപ്പെട്ടു. ആരേറ്റെടുത്തു? യൂറോപ്യന്മാരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കോളനിയിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. ഇവിടെ നമുക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു അല്ലേ, ആ സംസ്കാരമൊക്കെ എന്ത് ചെയ്തു? തകർത്തിട്ട് അവരുടെ സംസ്കാരം ഇവിടെ എന്ത് ചെയ്തു? അടിച്ചേൽപ്പിച്ചു. മനസ്സിലായ? കോളനിയിലെ തദ്ദേശീയ സംസ്കാരങ്ങൾക്ക് തകർച്ച നേരിട്ടു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതിയുടെ വ്യാപനമുണ്ടായി അല്ലെ, കോളനികളുടെ പാശ്ചാത്യ ജീവിത രീതിയിൽ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനിയിൽ പ്രചരിക്കപ്പെട്ടു. ക്രിസ്തുമതം എന്ത് ചെയ്തു? നമുക്കറിയാം, ഇവിടെ യൂറോപ്യന്മാരാണ് എന്ത് മതം കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത്? ക്രിസ്തുമതം. എന്ത് മതം? ക്രിസ്തുമതം. ഓക്കെ ആണോ? ഒന്നുകൂടെ വായിക്കണോ? കോളനിവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനിയുടെ സമ്പത്ത് ഒഴുകി. സാമ്പത്തികം രാഷ്ട്രീയമായ അധികാരങ്ങൾ തദ്ദേശീയർക്ക് നഷ്ടപ്പെട്ടു. തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. ജീവിത രീതിയിൽ പാശ്ചാത്യന്മാരുടെ വ്യാപനം ഉണ്ടായി. അതുപോലെ തന്നെ ക്രിസ്തുമതം. ഓക്കെ, ഇനി പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കച്ചവട മുതലാളിത്തം എന്താണെന്ന് പറയാൻ പോവുകയാണ്. വ്യാപാര കാലത്ത്, അതായത് വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചവർ ഇതോടെ അതിസമ്പന്നരായിട്ട് മാറി. നമുക്കറിയാം വ്യാപാര മേഖലയിൽ സംബന്ധിച്ചാണ്, വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചവരെല്ലാം അതിസമ്പന്നരായി. ഇവരെ കച്ചവട മുതലാളിമാരെന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കച്ചവടം നടത്തി എന്തായി? മുതലാളിമാരായി. കച്ചവടം നടത്തി എന്തായി? മുതലാളിമാരായി. ഈ സമ്പദ് വ്യവസ്ഥയാണ് കച്ചവട മുതലാളിത്തം, മർച്ചന്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചവർ ആദ്യത്തേമൻ തന്നെ എന്തായിട്ട് മാറി? അതിസമ്പന്നരായിട്ട് മാറി അല്ലേ. ഈ അതിസമ്പന്നരെ വിളിച്ചിരുന്ന പേരാണ് കച്ചവട മുതലാളിമാർ. ഓക്കെ, ഈ കച്ചവട മുതലാളിത്തം ആ സമ്പദ് വ്യവസ്ഥയെ എന്താണെന്ന് അറിയപ്പെട്ടു? കച്ചവട മുതലാളിത്തം. കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലാളികൾക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലാളികൾ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്തു. അപ്പം ഈ ഉൽപ്പാദനം നോക്കിക്കേ, അതായത് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. ആര്? കച്ചവട മുതലാളിമാർ. മനസ്സിലായ? ഇത്തരത്തിൽ ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായിരുന്നു കച്ചവട മുതലാളിമാർ. അപ്പോൾ ഈ കച്ചവട മുതലാളിമാർ എന്താണ് ചെയ്ത? അസംസ്കൃത വസ്തുക്കൾ എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ കൈത്തൊഴിലാളികൾക്ക് നേരിട്ട് കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരവിടെ ഇരുന്ന് കൈത്തൊഴിലുകൾ ചെയ്തിട്ട് ഈ വസ്തുക്കൾക്ക് പ്രതിഫലം ആര് കൊടുക്കും? കച്ചവട മുതലാളിമാർ കൊടുക്കും. എന്നിട്ട് ആ സാധനം കൊണ്ടുപോയി ആർക്ക് വിറ്റഴിക്കും? ഉപഭോക്താക്കൾക്ക് വിറ്റഴിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിൽ മധ്യവർത്തിയായിട്ട് നിൽക്കുന്ന ആരാണ്? കച്ചവട മുതലാളിമാർ. കച്ചവട മുതലാളിമാർ. മനസ്സിലായോ? അപ്പോൾ ഉൽപാദകരുണ്ട്, ആ ആൾക്കാർ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഈ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് ആര്? മുതലാളിമാർ. ഇനി കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ അറിയാലോ, നമുക്കറിയാം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഏത് നൂറ്റാണ്ടിലാണെന്ന് അറിയാമോ? വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാമോ?
18-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വ്യാവസായിക ശാലകളുടെ ഉടമസ്ഥരായി അവർ. നോക്കിക്കേ, ഇങ്ങനെ സമ്പത്ത് ഉള്ളവര് വ്യവസായശാലകളുടെ ഉടമസ്ഥരായി. അങ്ങനെ കച്ചവട മുതലാളിത്തം എന്തായിട്ട് മാറി? വ്യാവസായിക മുതലാളിത്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വ്യാവസായിക വിപ്ലവം നമ്മൾ പറയാൻ പോവുകയാണ് കേട്ടോ. ഫ്രഞ്ച് യൂറോപ്പിൽ യുദ്ധത്തിന്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ അപ്പുറത്ത് നോക്കിക്കേ, രാത്രി ആകാശത്തെ ഭാസ്കരമാക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിലെ ഫാക്ടറികൾ ചിമ്മിനിയിൽ നിന്ന് തീയും പുകയും ഉയർത്തി. അതായത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. എവിടെയാണ് ആരംഭിക്കുന്ന വ്യവസായ വിപ്ലവം? ഇംഗ്ലണ്ടിൽ. 1780-നും 1750-നും ഇടയിലാണ് ഈ വ്യവസായ വിപ്ലവം ഉണ്ടായത്. അതുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതായത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. മനസ്സിലായ? അപ്പൊ വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭം എന്താണ് എന്ന് ചോദിച്ചാൽ തുണി ഉൽപാദനമാണ്. എന്താണ്? തുണി. ഓക്കെ ആണോ? ക്ലോത്ത് ആയിരുന്നു അവിടെ ഫസ്റ്റ്. വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭം എന്താണ്? വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം എന്താണ്? തുണി ഉൽപാദനമായിരുന്നു. ഓക്കെ, വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, അതായത് ഉൽപാദനം യന്ത്രത്തിലായി. നമുക്കറിയാം, ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? അല്ലേ? ആവി യന്ത്രമൊക്കെ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ആവി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? പറയടാ. ആവി യന്ത്രം ഒത്തിരിയും പ്രാവശ്യം ഡിഗ്രിക്കും അല്ലാതെയും ഒക്കെ ചോദിച്ചാൽ, കുഞ്ഞു എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ആവി യന്ത്രം കണ്ടുപിടിച്ച ആരാണ്? അറിയത്തില്ലേ? ജെയിംസ് വോട്ട് ആണ് എന്ത് ചെയ്തത്? ആവി യന്ത്രം കണ്ടുപിടിച്ചത്. മനസ്സിലായ? ജെയിംസ് വോട്ട് ആണ് ആവി യന്ത്രം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് പവറിന്റെ യൂണിറ്റ് എന്താ എടുത്തത്? വാട്ട് പവർ എന്ന് പറയത്തില്ലേ? പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ഈ ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥമാണ്, ആവി യന്ത്രമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് എന്താണ്? സ്പിന്നിങ് ജെന്നി ആര് കണ്ടുപിടിച്ചു? സ്പിന്നിങ് ജെന്നി നിങ്ങൾക്കറിയാം, വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ടുണ്ടായ വേറൊരു കാർട്ടല്ലടാ. സ്പിന്നിങ് ജെന്നി ആരാണോ അറിയാമോ? സ്പിന്നിങ് ജെന്നി സ്പിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ അറിയായിരിക്കും. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കേട്ടോ. ജെയിംസ് ഹാർഗ്രീവ്സ്. ഓക്കെ, ഇങ്ങനെ ഓർത്താൽ മതി. ഞാൻ ഗ്രീസ് എന്നാണ് ഓർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മളെ ഫുട്ബോളെന്നും ക്രിക്കറ്റ് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ക്രിക്കറ്റ് ബാളൊക്കെ എടുത്തിട്ട് നല്ലോണം ഉരച്ച് തുപ്പലൊക്കെ തേച്ച് അല്ലേ എറിയുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ തോന്നൂലേ അത് കാണുമ്പോൾ? ഞാൻ പല ചാനലിൽ പോയി, എനിക്ക് കാണുമ്പോൾ ഒരുമാതിരി തോന്നും കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ക്രിക്കറ്റ് ബോൾ നന്നായിട്ട് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ സ്പിന്നിങ് ജെന്നി അല്ലേ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രീസ് ആണ് പുരട്ടുന്നത്. എന്താണ്? ഗ്രീസ്. അപ്പോൾ ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി. ഓക്കെ, സ്പിന്നിങ് ജെന്നി എന്താണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. ഓക്കെ, ആവിയന്ത്രം അത് ജെയിംസ് വാട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ടാവും. നമ്മൾ 6-ാം ക്ലാസ്സിലെ 7-ാം ക്ലാസ്സിലെ പിള്ളേർ പഠിക്കുന്നതാണ്. റൈറ്റ് ബ്രദേഴ്സ് ആണെങ്കിൽ ഓക്കെ, വിമാനം. കാർട്ട് റൈറ്റ് എന്താണെന്ന് പിടികിട്ടുന്നില്ലടാ, ഞാൻ കേട്ടിട്ടുമില്ല കാർട്ട് റൈറ്റ്. ഓക്കെ, എവിടെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ വന്ന് പറഞ്ഞുതരാം കേട്ടോ. വേറെ ആൾക്കാരുണ്ട്. പിന്നെ എന്തൊരു ഒരു ഷട്ടില്, എന്ത് ഷട്ടില് മറന്നു. ഓക്കെ, വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ പ്രധാന മാറ്റങ്ങൾക്ക് നമുക്ക് നോക്കാം. ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ എന്ത് ചെയ്തു? വികസിപ്പിച്ചെടുത്തു. ഊർജ സ്രോതസ്സായിട്ട് ആവി ഉപയോഗിച്ച്. അന്നത്തെ ഊർജ സ്രോതസ് എന്താണ്? ആവി. അതാണ് ആവി യന്ത്രം എന്ന് പറയുന്നത്. ഊർജ സ്രോതസ്സായിട്ട് ഉപയോഗിച്ചത് എന്താണ്? ആവിയാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഓക്കെ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ആവി യന്ത്രമാണ് കേട്ടോ. ഗതാഗത സൗകര്യങ്ങൾ എന്ത് ചെയ്തു? വികസിപ്പിച്ചു. ഉൽപാദനം കുടിലിൽ നിന്ന് ഫാക്ടറിയിലായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ മാറ്റം. ഒന്ന്, ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കൂ. ഓക്കെ, പവർലൂം ആണ് അല്ലേ? കാർട്ട് റൈറ്റ്. പവർലൂം നോക്കട്ടെ എടാ. പവർലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് കേട്ടോ. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് പവർലൂം ഇൻവെന്റഡ് ചെയ്തത്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് കേട്ടോ.
ഓക്കേടാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സ്പിന്നിങ് ജെന്നിയും കൂടെ നോക്കട്ടെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി. ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു സ്പിന്നിങ് ജെന്നി അല്ലാതെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ സ്പിന്നിങ് ജെന്നി. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലെ ബുക്കിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയി. ഓക്കെ, ഊർജ്ജ സ്രോതസ്സായിട്ട് ആവിയന്ത്രം ഉപയോഗിച്ചു. ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ജോർജ് ഹർഗ്രീവ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ജോർജ് അല്ലടാ, ജെയിംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, ജെയിംസ് ഹർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി. ജെയിംസ് ആണ് കേട്ടോ, ജോർജ് അല്ല. ജെയിംസ് എന്നല്ലേ പറഞ്ഞു തന്നാ? ജെയിംസ്, രാഹുലൊക്കെ ടൈപ്പ് ചെയ്തു. ജെയിംസ് ഹർഗ്രീവ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് കാർഷിക വിപ്ലവമാണ് കേട്ടോ. കാർഷിക വിപ്ലവം ഉണ്ടായത് 17ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. നിങ്ങൾ ഹരിത വിപ്ലവം അല്ലേ, അതൊന്നും ഓർക്കരുത്. കാർഷിക വിപ്ലവം, ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെയാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉണ്ടായത്. 17ാം നൂറ്റാണ്ടിലാണ് കാർഷിക വിപ്ലവം. 17ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1600 സംതിങ് ആണ്. അതാണ് കാർഷിക വിപ്ലവം, 17ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതായത് ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. ഒരു വിള തന്നെയല്ല, പലതരം വിളകൾ എന്ത് ചെയ്തു? കൃഷി ചെയ്തു. പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ഭക്ഷ്യോൽപാദനത്തിൽ വർധനവുണ്ടായി. ഓക്കെയാണ്. അപ്പം ഇംഗ്ലണ്ടിൽ കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്ന കാർഷിക വിപ്ലവം. നമ്മൾ ഹരിത വിപ്ലവം നമുക്കറിയാലോ. ഓക്കെ, അതേപോലെ ഇംഗ്ലണ്ടിൽ ഉണ്ടായ വിപ്ലവമാണ് എന്തെന്ന് പറയുന്ന കാർഷിക വിപ്ലവം. 17ാം നൂറ്റാണ്ട്. അപ്പോൾ വ്യാവസായ വിപ്ലവം മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ദോഷകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് നോക്കാം. ഫാക്ടറിയുടെ ഉദയം കൊണ്ട് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ടു. ഓക്കെ, ഉൽപാദന വർധനവും ഉണ്ടായി, ദാരിദ്ര്യവും പകർച്ചവ്യാധിയും ഉണ്ടായി. ഓക്കെ, പുതിയ തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. പക്ഷെ കോട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ടു, ദാരിദ്ര്യവും പകർച്ചവ്യാധിയൊക്കെ ഉണ്ടായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിലും സമയവും കുറഞ്ഞ വേതനം. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ, അതെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഏത് സിനിമയിൽ? KGF സിനിമയിൽ കണ്ടിട്ടില്ലേ? സ്ത്രീകളെയും കുട്ടികളെയും ദൈർഘ്യമേറിയ തൊഴിലും അതുപോലെ തന്നെ കുറഞ്ഞ വേതനത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ചേരികൾ വന്നു. അതുപോലെ തന്നെ തിരക്കേറിയും ശുചിത്വമില്ലാത്ത നഗരങ്ങൾ. തിരക്കേറിയതും ശുചിത്വമില്ലാത്ത അന്ന് വന്നതാണ് ധാരാവി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. ഓക്കെ, നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിതമായ ജീവിതമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ എന്താണ്? ഡീമെറിറ്റ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ആണോ? ഫസ്റ്റ് തന്നെ ഒരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, സെൻറ്റ് ഗിൽസ് ചേരിയിലെ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ആ വ്യവസായവൽക്കരണത്തിന് വിധേയമായതാരാണ്? അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളായിരുന്നു. അപ്പോൾ വ്യവസായ മുതലാളിത്ത ചൂഷണത്തിനെതിരെ പ്രതിഷേധങ്ങളും ആശയങ്ങളും മുന്നിൽ വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദന ഉപാധിയുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദുവായിട്ട് വന്നത് വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണം, അതായത് വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് നീതിയുക്തമായിട്ടായിരിക്കണം. ഉൽപ്പന്ന ഉപാധികളുടെ പൊതു ഉടമസ്ഥയും, അതും സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ പ്രയോഗവും ശാസ്ത്രീയമായ പ്രത്യാശയും ആയി മാറിയത് ആരാണ്? കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വക്താവായിട്ട് അവിടെ വന്നത് ആരൊക്കെയാണ്? കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് സാമ്രാജ്യത്വമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാർട്ടൂൺ തന്നിട്ടുണ്ട്. ആ കാർട്ടൂണിൽ തന്നെ നമുക്കറിയാം ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യമായ മാസിക പഞ്ച് എന്ന മാസികയിൽ വന്ന ഒരു കാർട്ടൂണാണിത്. 1906
ഓക്കെ, ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളാക്കി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റുന്നതാണ്. അതായത് അവിടുത്തെ രാജാവ് എങ്ങനെയാണ് കോങ്കോ സ്വദേശികളെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു കാർട്ടൂൺ രൂപമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ആഫ്രിക്കയിലെ കോങ്കോയിൽ റബ്ബർ കൃഷി അവിടുത്തുകാരെ നിർബന്ധിച്ചു കൊണ്ട് ജോലി ജീവിക്കായിരുന്നു. അപ്പോൾ റബ്ബർ കൊണ്ട് അവർ അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണ് എന്നാണ് ആ കാർട്ടൂണിലൂടെ എടുത്തു പറയുന്നത്. ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടുത്തുകാരെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നാണ് ആ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ പേരൊന്ന് ഓർക്കുക, ലിയോപോൾഡ് രാജാവ്. അപ്പോൾ വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യം എന്ത് ചെയ്തു? കൂടിക്കൂടി വന്നു. ഓക്കെ, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ കോളനി ആക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ റബ്ബർ പോലെയുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ച് വേതനം കുറച്ചുകൊണ്ടും ലാഭം നേടിയെടുക്കാനാണ് അവർ ശ്രമിച്ചത്. അതായത് കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു ഇടവും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയുമായിട്ടാണ് ആര് കണ്ടത്? അതായത് ഈ ഒരു കോളനികളെ സാമ്രാജ്യത്വ ശക്തികൾ കണ്ടത്. അങ്ങനെയാണ് നമുക്കറിയാം രാഷ്ട്രാധിപത്യം എന്തായിട്ട് മാറിയത്? സാമ്രാജ്യത്വമായിട്ട് മാറിയത്, ഇമ്പീരിയലിസമായിട്ട് മാറിയത്. നിങ്ങൾക്കറിയാം എന്താണ് സാമ്രാജ്യത്വം എന്ന് പറയാം? ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്ത് മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യ അധീശത്വം വരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യം. അതായത് നമ്മൾ പുറത്ത് പോയിട്ട് അവിടുത്തെ ആളുകളെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്? അവരെ നിലയ്ക്ക് നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടു കൂടി ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യ ശക്തികളായിട്ട് മാറിയായിരുന്നു. കാരണം അവർക്ക് പല സ്ഥലങ്ങളിലും എന്തുണ്ടായിരുന്നു? കോളനികൾ ഉണ്ടായിരുന്നു. കോളനികൾ. പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളായിട്ട് പിന്നീട് ആര് മാറി? ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്ക, ജപ്പാനുകളൊക്കെ ആയിട്ട് മാറി. അങ്ങനെ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനി വ്യാപിക്കാനായിട്ട് ശ്രമം തുടങ്ങി. അപ്പോൾ അറിയാലോ, അത് പിന്നെ മത്സരങ്ങൾക്ക് വിധേയമാകുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ആ മത്സരത്തിൻ്റെ ഒടുവിലാണ് എന്തുണ്ടായത്? ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. ഓക്കെയാണോ? ഓക്കെ, 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾക്ക് അറുതി വരുത്തിയ ബാൾക്കൻ യുദ്ധത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞ സാരാവോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്റാറാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതമായ ഒരു ദ്രുത സന്ദർശനം നടത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സരാവോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ തന്നെ പ്രധാന കാരണം എന്തായിരുന്നു? ഈ ഫെർഡിനാൻഡ്, അതായത് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ആരാണ്? ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായിരുന്നു ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. അദ്ദേഹം സരോവയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു ജൂൺ 28. ഓക്കെ, അപ്പോൾ ജൂൺ 28 എന്ത് ചെയ്യുന്നു? അദ്ദേഹം കൊല്ലപ്പെടുന്നു 1914 ജൂൺ 28. അപ്പോൾ അതിൻ്റെ വാർഷിക ദിനമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ അന്നാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, 1992. ഓക്കെ, ഇനി പ്രശസ്ത ചരിത്രകാരൻ എറിക് ഹോബ്സോം ഫ്രഞ്ച് പ്രസിഡന്റ് സാരാവോയിൽ നടത്തിയ യാത്ര വിവരിക്കുന്ന ഭാഗമാണ് അത് കൊടുത്തിരുന്നത്. 1900 നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഡേറ്റ് എന്താണ്? 1914 മുതൽ 1918 വരെ ഒന്നാം ലോക മഹായുദ്ധമാണ് എന്നറിയാലോ. 1914 മുതൽ 1918 വരെ. ഓക്കെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളെ ഇന്ത്യയിലെ ആൾക്കാരെയും ബ്രിട്ടീഷുകാരും എന്ത് ചെയ്തിരുന്നു? ആ ഒരു യുദ്ധത്തിലേക്ക് പങ്കെടുപ്പിച്ചായിരുന്നു. യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, ആദ്യ സാമ്രാജ്യത്വ ശക്തികളായിട്ട് വന്നത് ബ്രിട്ടീഷുകാരും സ്പെയിൻകാരുമാണ്. പിന്നെ അങ്ങോട്ട് അതിലൂടെ എല്ലാ രാജ്യങ്ങളും വന്നു. അതായത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ മത്സരമായിരുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ മത്സരങ്ങളായിരുന്നു. വ്യാവസായിക രംഗങ്ങളിൽ ജർമ്മനി കൈവരിച്ച അത്ഭുതപൂർവമായ മുന്നേറ്റവും ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിനെയും ആശങ്ക കെടുത്തി. അല്ലേ, അവരെന്ത് ചെയ്തു? ആഫ്രിക്കയിലും ഏഷ്യയിലെയും പ്രദേശങ്ങൾ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കോളനി ആയിരുന്നതിനാൽ
തുർക്കിയുടെ നിയന്ത്രണത്തിലായ ഓട്ടോമൻ രാജ്യത്തിലെ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ജർമ്മനി കണ്ണുവെച്ചത്. അപ്പോൾ നോക്കിക്കേ, തുർക്കിയിലെ പ്രദേശമായ ഓട്ടോമൻ രാജ്യം, നമുക്ക് മിക്ക ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല പ്രദേശങ്ങളും ആരുടെ കൈവശത്തായിരുന്നു? ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കയ്യിലായിരുന്നു. അതുകൊണ്ട് ഇവർ നേരെ പോയത് എങ്ങോട്ടത്തേക്കാണ്? ജർമ്മനി പോയത് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കാണ് ജർമ്മനി കണ്ണുവെച്ചത്. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ആ ഒരു സ്വാധീന മേഖലയെ ബാധിക്കുന്നു എന്നെന്ന് ആർക്ക് ആശങ്കയുണ്ടായി? ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യക്കൊക്കെ ഒരു ആശങ്കയുണ്ടായി. അയ്യോ, അവർ നമ്മുടെ സ്വാധീന മേഖലയെ കൂടി അവർ കൈയടക്കുമോ എന്നുള്ളൊരു, അപ്പോൾ അവിടെ എന്തുണ്ടായി? ശത്രുത ഉണ്ടായി. ആരുടെ മേലിൽ? ജർമ്മനിയുടെ മേലിൽ ശത്രുതയുണ്ടായി. ആർക്കൊക്കെ? ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യക്കും. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുന്ന? സ്വന്തം രാജ്യത്തോട് അമിതവും വൈകാരികമായ സ്നേഹം നിലനിർത്താൻ അവരൊരു പദ്ധതിയായിട്ട് വന്നു. അതാണ് തീവ്രദേശീയത. എന്താണ്? തീവ്രദേശീയത. അപ്പോൾ ഈ തീവ്രദേശീയതയുടെ ഫലമായിട്ട് ജർമ്മനി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് വരുന്നു. ഈ തീവ്രദേശീയതയുടെ ഫലമായിട്ട് ഉണ്ടായ പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം. മനസ്സിലായ? എന്താണ് തീവ്രദേശീയത എന്ന് പറയുന്നത്? സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന തീവ്രദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ തീവ്രദേശീയത ജർമ്മനി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? വന്നു. പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും ഒക്കെ വന്നു. ഓക്കെ, അപ്പോൾ പാൻ സ്ലാവ പ്രസ്ഥാനം എന്താണ്? കിഴക്കൻ യൂറോപ്പിൽ ഈ സ്ലാവ വംശജരുണ്ട്. അതാണ് പാൻ സ്ലാവിലെ സ്ലാവ്. ഈ സ്ലാവ വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയത്തോടെ എന്ത് ചെയ്തു? വന്ന പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പം ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിനെന്ത് ചെയ്തു? നേതൃത്വം കൊടുത്തു. ഇതാണ് എന്താണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ ആര് പിന്തുണച്ചു? റഷ്യ പിന്തുണയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ സെർബിയ ഇതിന് നേതൃത്വം കൊടുത്തിട്ട് റഷ്യ ഇതിനെ എന്ത് ചെയ്യുന്നു? പിന്തുണയ്ക്കുകയാണെന്ന്. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം അറിയാലോ, റഷ്യയും സെർബിയയും ഓർത്തിരിക്കാം. അപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ്. ബാൽക്കൻ രാജ്യമായ സെർബിയയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഈ പ്രസ്ഥാനത്തിനെ പിന്തുണച്ചതാണ് ആരെന്ന് പറയുന്ന? റഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും അധികാരങ്ങൾ വ്യാപിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിക്കുന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം ആരെ ഏകോപിച്ചു? ട്യൂട്ടോണിക് വംശജരെ. എവിടെയൊക്കെയുള്ള? മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും. മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും. ഓക്കെ, അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനവും പാൻ സ്ലാവ് പ്രസ്ഥാനം. സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതാണ് പാൻ സ്ലാവ്. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ട്യൂട്ടോണിക് വംശജരെ ഏകോപിക്കുന്നതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഓക്കെ, ഇനി നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, കോളനികൾക്കായുള്ള മത്സരവും തീവ്രദേശീയതയും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ എന്ത് ചെയ്യുന്നു? പരസ്പരമുള്ള ഒരു ഭയവും സംശയവും ഉണ്ടാക്കുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായി സൈനിക സഖ്യങ്ങൾ എന്ത് ചെയ്യണം? രൂപം കൊള്ളുകയാണ്. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. 2 തരത്തിലുള്ള സൈനിക സഖ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. സെക്രട്ടേറിയറ്റ് OAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്ന ആൾക്കാർ ഏത്? ഓക്കെ, അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ഓക്കെ, ആരൊക്കെയാണ്? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. എന്നാൽ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ കുറച്ച് വികസിത രാജ്യങ്ങളായിരുന്നു ആ സമയത്ത്. ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. അതായത് അവർക്ക് കോളനികൾ ഉണ്ടായിരുന്നു. അവരെ കോളനി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ കോളനികളെ സംരക്ഷിക്കണം. ആര് വന്ന് അതിൽ ഇടപെടാൻ പാടില്ല? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി എന്ന് അതിൽ വന്ന് ഇടപെടാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ 2 തരം സൈനിക സഖ്യങ്ങളാണുള്ളത്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നതാണ് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നതാണ് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതെങ്കിലും കൂടെ കേട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ ആണോ? ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. യുദ്ധം തുടങ്ങിയപ്പോൾ ഇറ്റലി ത്രികക്ഷി സഖ്യത്തിൽ തന്നെയായിരുന്നു.
യുദ്ധം തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റലി ആരോടൊപ്പം പോയി ചേർന്നു? ത്രികക്ഷി സൗഹാർദ്ദത്തിൽ പോയി. മനസ്സിലായോ? അപ്പോൾ ഇറ്റലിയുടെ കാര്യം അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രണ്ട് സഖ്യങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തുണ്ടായി? സംഘർഷം ഉണ്ടായി. ഇത് രാഷ്ട്രത്തിന്റെ അധീനതയുള്ള പ്രദേശങ്ങൾ കോളനിയോ മറ്റു രാഷ്ട്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണെന്ന് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റായ മിറ്റാറാൻഡ് സന്ദർശനം നടത്തിയ ബോസ്നിയയുടെ തലസ്ഥാനമായ സാരോവയിൽ വെച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെട്ടു. നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? അത് ആരാണ് അങ്ങനെ ചെയ്തത്? കൊലപ്പെടുത്തിയത് സെർബിയൻ പൗരനായ ഗ്യാലപ്പോ പ്രിൻസപ്പാണ്. അപ്പം ഗ്യാവ്ലോ പ്രിൻസപ്പാണ് ആരെ വകവരുത്തി എന്ന് പറഞ്ഞു? ഫെർഡിനാൻഡ് മെഗലനെ. ഓക്കെ, ഫ്രാൻസിസ് മെഗലനല്ല, ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ എന്ത് ചെയ്തത്? കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഒരു സെർബിയൻ പൗരനായതുകൊണ്ട് സെർബിയക്കാരാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് എന്ത് ചെയ്തു? ഓസ്ട്രിയ ആരോപിക്കുന്നു. കാരണം ഓസ്ട്രിയൻ കിരീടാവകാശിനെയാണ് ഒരു സെർബിയൻ യുവാവ് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് കാരണം ആരാണെന്ന് ആരോപിക്കുന്നു? സെർബിയക്കാരാണെന്ന് ആരോപിക്കുന്നു? ഓസ്ട്രിയ ആരോപിക്കുന്നു. അതോടുകൂടി അവരെന്ത് ചെയ്യുന്നു? യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതായത് ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചേരിയിലും ആൾക്കാരുണ്ട്. ഓസ്ട്രിയ ഹംഗറിയോട് ചേരാനും ആൾക്കാരുണ്ട്, സെർബിയയോട് ചേരാനും ആൾക്കാരുണ്ട്. അങ്ങനെ ഇത് രണ്ട് സഖ്യരാഷ്ട്രങ്ങൾ ചേർന്ന് ഇതൊരു ലോകമഹായുദ്ധമായിട്ട് മാറുന്നു. അപ്പോൾ 1914 ജൂലൈ 28 എന്ത് ചെയ്യുന്നത്? യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ആർക്കെതിരെ? ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ എന്ത് ചെയ്യുന്നു? യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ടാണ് ആ യുദ്ധം ഉണ്ടായത്? അതെ, ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ആര് കൊലപ്പെടുത്തുന്നു? സെർബിയൻ പൗരനായ ഗ്യാവ്ലോ പ്രിൻസപ്പ് കൊലപ്പെടുത്തുന്നു. അപ്പം അതിനെതിരെ ഇങ്ങനെ കൊല നടത്തിയ ഒരു സെർബിയൻ യുവാവായതുകൊണ്ട് സെർബിയക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്ന് ആര് പറയുന്നു? ഓസ്ട്രിയ പറയുന്നു. അങ്ങനെ 1914 ജൂലൈ 28 എന്ത് ചെയ്യുന്നു? യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഓക്കെ ആണോ? യുദ്ധത്തിൻ്റെ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടാക്കുന്നു. ഓക്കെ, യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് നമുക്കറിയാം ഒരുപാട് പേര് മരണപ്പെടുന്നു അല്ലേ? ദശലക്ഷക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി ഉണ്ടാകുന്നു. കാർഷിക വ്യവസായ മേഖലകൾ എന്ത് ചെയ്യുന്നു? തടരുന്നു. ഓക്കെ, കാർഷിക വ്യവസായശാലകൾ മേഖലകളൊക്കെ തകർന്നു പോയി. യൂറോപ്യൻ മേധാവിത്വം തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. അപ്പോൾ യൂറോപ്യൻ മേധാവിത്വം എന്ത് ചെയ്യുന്നു? പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു? തകർന്നടിയുന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നു? ശക്തപ്പെടും. നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം 1914-18 കാലങ്ങളിലാണ് സ്വാതന്ത്ര്യ സമരങ്ങൾ എന്ത് ചെയ്യുന്നത്? ശക്തിപ്പെടുന്നത്. സർവ്വരാജ്യ സഖ്യത്തിന് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ സമാധാനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് അല്ലേ? ഒരു സഖ്യമാണ് സർവ്വരാജ്യ സഖ്യം. ഓക്കെ, ഇനി ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ സമഗ്ര ആധിപത്യ ഭരണത്തിലേക്ക് എന്ത് ചെയ്തു? നീങ്ങി. ഇറ്റലിയിലും ജർമ്മനിയിലും സ്പെയിനിലും എന്ത് ചെയ്തു? സമഗ്ര ആധിപത്യ ഭരണത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. ഒന്ന്, ദശലക്ഷക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങളും മരണപ്പെടുന്നു. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു പോകുന്നു. യൂറോപ്യൻ മേധാവിത്വം തകരുന്നു. ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെടുന്നു. സർവ്വരാജ്യ സഖ്യം നമുക്കറിയാം അമേരിക്കയാണ് അത് രൂപീകരിക്കുന്നത് കേട്ടോ. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ സമഗ്രാധിപത്യം സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങുന്നു. എന്താണ് സർവ്വരാജ്യ സഖ്യം? ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റായ ഉൾഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ച ആശയമാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കുന്ന 1920 ജനുവരി 10 ജനുവരി 10 ഓക്കെ, ഇതൊരു അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവ്വരാജ്യ സഖ്യം അന്തർദേശീയ സംഘടനയായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റായ ഉൾഡ്രോ വിൽസൺ രൂപീകരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇതിൽ എന്തല്ലായിരുന്നു? അംഗം അല്ലായിരുന്നു. അപ്പോൾ അതെന്തായിരുന്നു? അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അമേരിക്ക രൂപീകരിച്ചു, പക്ഷെ അമേരിക്ക ഇതിൽ എന്തല്ല? അംഗമല്ല. ഇനി യൂറോപ്പിൽ സമഗ്രാധിപത്യത്തിന് വളർച്ച എന്താണെന്ന് നോക്കാം. 2021 സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിത ലിദിയ, അപ്പോൾ നമുക്കറിയാം നാസിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതിജീവിച്ച ലിദിയ മാക്സിവോക്സിൻ്റെ കയ്യിൽ അവൾ 3-ാം വയസ്സിൽ
ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലെത്തിയപ്പോൾ പച്ചകുത്തിയ ജയിൽ പുള്ളി നമ്പർ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ത് ചെയ്യുന്നു? ചുംബിക്കുന്നു. നമുക്കറിയാം 2021 കേട്ടോ. ഓക്കെ, അപ്പോൾ അവൾക്ക് 3-ാം വയസ്സായപ്പോൾ 1930 സംതികളിൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വസിച്ച് അവൾക്ക് എത്ര വയസ്സായിരുന്നു? 3 വയസ്സായിരുന്നു. അപ്പോൾ അവളുടെ ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പർ എന്ത് ചെയ്തിരുന്നു? പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പച്ച കുത്തിയയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ത് ചെയ്യുന്നു? ചുംബിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിക്കുന്നു. ഓക്കെ ആണോ? അതായത് ആ കുഞ്ഞു മാലാഖയ്ക്ക് ഓരോ ദിവസവും മരണത്തിൻ്റെ നേരിൽ കണ്ടുകൊണ്ടേയിരിക്കേണ്ടി വന്നിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഒരു ക്യാമ്പിൽ നിന്നപ്പോൾ എപ്പോഴാണ് തൻ്റെ മരണം എന്ന് വിചാരിച്ചാണ് ആ സമയത്ത് ആ ഒരു കുഞ്ഞ്, കാരണം 3 വയസ്സാണ്, അപ്പോൾ ആ കുഞ്ഞ് അതിജീവിച്ചത്. അപ്പം ജീവൻ പണയം വെച്ച് അവളുടെ അമ്മ ഒളിച്ച് കടത്തിക്കൊണ്ടുവന്ന അപ്പകഷ്ണങ്ങളിൽ ഒന്നാണ് ആ കുഞ്ഞു ജീവൻ എന്ത് ചെയ്തത്? പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഓഷ്വിറ്റ്സിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് അതിജീവിച്ച ലിദിയ മാക്സിവോസിൻ്റെ ജീവിത കഥയാണ് എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. ഓക്കെ, അപ്പോൾ നാസി ക്യാമ്പിലുണ്ടായിരുന്ന ലിദിയ മാക്സിവോസിൻ്റെ ജീവിത കഥയുടെ പേരെന്താണ്? എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്നത്. എ ലിറ്റിൽ ഗേൾ ഓഷ്വിറ്റ്സ്. ഓക്കെ ആണോ? എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ താൻ നേരിട്ട അനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നാസിസത്തിനെ പറ്റിയൊക്കെ വിവരിക്കുന്നത്. ഓക്കെ, 1-ാം ലോകമഹായുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഫലമായി സമഗ്ര ആധിപത്യത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനങ്ങൾ ചില രാജ്യങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതിൽ നാസിസം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. നാസിസം, ഫാസിസം. ഓക്കെ, അതിനു മുമ്പ് ഫാസിസം എന്താണെന്ന് നോക്കാം. ഫാസിസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഫാസിസം എന്ന പദം രൂപം കൊണ്ടത്. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ടുദണ്ഡം, അതിനു മുകളിൽ ഒരു മഴവും. നമ്മൾ അരിവാൾ ചുറ്റിക നക്ഷത്രം പോലെ ഫാസിസത്തിൻ്റെ ഒരു ഒരു അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് ഒരു കെട്ടുദണ്ഡം, അതിനു മുകളിൽ ഒരു മഴവും. അവരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സമഗ്ര ആധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൻ്റെ നിരാസം, അതുപോലെ തന്നെ സോഷ്യലിസത്തോട് ഒരു വിയോജിപ്പായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തെ പിന്തുണയ്ക്കൽ, തീവ്രദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ, ഇതെല്ലാം സമഗ്ര ആധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. ജനാധിപത്യം ഇല്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സോഷ്യലിസം ആരെങ്കിലും പ്രകടിപ്പിച്ച അതിനോട് വിയോജിപ്പാണ്. അവരെ എല്ലാവരെയും കൂട്ടത്തോടെ തുറങ്കിലടിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്നൊക്കെയായിരുന്നു. സ്വേച്ഛാധിപത്യത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു സമഗ്രാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത. തീവ്രദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ, ഇതെല്ലാം എന്താണ്? ഫാസിസത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. ഇനി നമുക്കറിയാം 2 ചേരികളിലാണ് നാസിസവും ഫാസിസവും വന്നത് അല്ലേ. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരത്തിൽ വന്ന സമഗ്ര ആധിപത്യമാണ് നമ്മളിവിടെ നാസിസമായിട്ടും ഫാസിസമായിട്ടും പഠിക്കുന്നത്. എവിടെയൊക്കെയാണ്? ഇറ്റലിയിലും ജർമ്മനിയിലും. അപ്പം നമുക്ക് നോക്കാം. ഇറ്റലിയിലാണ് ഫാസിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇറ്റലിയിൽ ഫാസിസം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിൽ എന്താണത്? ആ സമഗ്രാധിപത്യത്തിന് അറിയപ്പെടുന്ന നാസിസമാണ്. അപ്പോൾ ഇറ്റലിയിലും ജർമ്മനിയിലും ഉള്ള സമഗ്രാധിപത്യം ഏതാണ്? ഇറ്റലിയിൽ ഫാസിസം എന്നും ജർമ്മനിയിൽ നാസിസം എന്നും. രണ്ടുപേരുടെ സ്ഥാപകരെ നമുക്കറിയാം അല്ലേ. ഫാസിസത്തിൻ്റെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനിയാണ്. ഓക്കെ, എന്നാൽ നാസിസത്തിൻ്റെ സ്ഥാപകൻ അഡോൾഫ് ഹിറ്റ്ലറാണ്. ഓക്കെ, 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് നടത്തി. ഫാസിസത്തിൻ്റെ നേതാവായ മുസോളിനി 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അടുത്തത് എന്താണ്? 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറങ്കിലടക്കപ്പെടുകയും ചെയ്യുന്നു. മാർച്ചിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇറ്റലിയിൽ അധികാരത്തിൽ വരുന്നു. ഇവിടെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിച്ചു. എവിടെ? ജർമ്മനിയിൽ. ഓക്കെ, മുസോളിനി കൊണ്ടുവന്ന സായുധ സംഘത്തെയാണ് നമ്മൾ കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്നത്. മുസോളിനി രൂപീകരിച്ച സംഘത്തെ എന്തെന്നറിയപ്പെടുന്നു? കരിങ്കുപ്പായക്കാർ. എന്നാൽ ബ്രൗൺ ഷർട്ട്സ് ഉണ്ട്, അതായത് തവിട്ട് കുപ്പായക്കാർ. അതാരാണ്? ജർമ്മനിയിലെ ഹിറ്റ്ലറാണ് രൂപീകരിച്ചത്.
ഓക്കെ. ഫാസിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചിരുന്നു, മറ്റു പാർട്ടികളൊന്നും അവിടെ വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. എന്നാൽ നാസിസ് എന്താണ് ചെയ്തത്? നാസിസം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ ഇവരെ ഇല്ലാതാക്കാനുള്ള നയം എന്ത് ചെയ്തു? നടപ്പിലാക്കി. ആരേക്കാ? കമ്മ്യൂണിസ്റ്റുകളാ, സോഷ്യലിസ്റ്റുകളാ, ജനാധിപത്യവാദികളാ, ജൂതന്മാരെ ഒക്കെ ഇല്ലാതാക്കാനുള്ള നയം എന്ത് ചെയ്തു? നടപ്പിലാക്കി. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ്, തൊഴിലാളി, കർഷക പ്രസ്ഥാനങ്ങളോട് ശത്രുത ആര് കാണിച്ചിരുന്നു? ബെനൂറ്റോ മുസോളിനിയുടെ ഫാസിസം. ഓക്കെ. അതേപോലെ തന്നെ ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ചു വിവരങ്ങൾ ശേഖരിച്ചത് ആരാണ്? നാസിസ്റ്റുകളാണ്. ഓക്കെ. നാസിസ്റ്റിലെ ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഈ ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകളാണ് എന്തിലേക്ക് നയിച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ജർമ്മനിയിലും ഇറ്റലിയിലും ഉണ്ടായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നൊന്നും കൂടെ നോക്കാം. ഇറ്റലി എന്ന് പറയുന്നത്, ഇറ്റലിയിൽ എന്ത് വന്നു? ഫാസിസ്റ്റ് എന്നറിയപ്പെടുന്നു. ബെനൂറ്റോ മുസോളിനിയാണ് 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ചിനു ശേഷം അധികാരത്തിൽ വരുന്നു. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘത്തെ രൂപീകരിക്കുന്നു. ഫാസിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. സോഷ്യലിസ്റ്റ്, തൊഴിലാളി, കർഷകരോട് ശത്രുതയായിരുന്നു. ഇതാണ് ബെനൂറ്റോ മുസോളിനി. ഹിറ്റ്ലറിൻ്റെ കാര്യം നമുക്ക് കുറേയൊക്കെ അറിയാം. ജർമ്മനി നാസിസം എന്ന കാര്യം അറിയാം. സ്ഥാപകർ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലറാണ്. ഓക്കെ. സ്ഥാപകൻ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. 23 അധികാരം വന്നത്. ഓക്കെ. അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? തുറങ്കിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നു. അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയാണ് എന്ത്? തവിട്ട് കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്. 1933 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എന്ത് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. 23 അധികാരം പിടിച്ചെടുക്കുന്നു. കേട്ടോ. അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച് എന്ത് ചെയ്യുന്നു? തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു. എന്നിട്ടും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്താൻ ശ്രമം ആരംഭിച്ചു. 33 ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ല. പക്ഷെ കുതന്ത്രങ്ങളിലൂടെ വീണ്ടും അധികാരത്തിൽ വരുന്നു. കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും ജനാധിപത്യവാദികളെയും ജൂതന്മാരെയും എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് സംഘടന, ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് സേനയാണ് ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത്. ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ എന്തിലേക്ക് നയിച്ചു? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. ഓക്കെ. പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അറിയുന്ന എല്ലാവരിലും വെച്ച് എൻ്റെ അന്തിമ ചിന്തകൾ എന്നിൽ ഏറ്റവും സ്പർശിക്കാൻ പോകുന്ന അമ്മയെ ആയിരിക്കുമെന്ന് എനിക്കറിയാവുന്നതിനാൽ ഞാൻ അമ്മയോട് തന്നെ പങ്കുവയ്ക്കട്ടെ. എൻ്റെ വിധി ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ എൻ്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത്. അമ്മയ്ക്ക് എന്താണ് എഴുതേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ശരിയായി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഉചിതമായ വാക്കുകൾ കിട്ടുന്നില്ല. സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ എൻ്റെ പങ്കാളിത്തം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. സ്വയം അതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ പക്ഷേ ഞാൻ മരിക്കുകയാണ്. സ്പാർക്കോ ഫോർഡനാണ്ട് എന്ന് പറയും. അതായത് ഫ്രഞ്ച് ലിബറേഷൻ പാർട്ടിയിലെ ഇറ്റാലിയൻ സന്നദ്ധ സംഘടനയായ സ്പാർക്കോ ഫോർട്ടോനോണ്ട് മരണത്തിന് മുമ്പ് തൻ്റെ അമ്മയ്ക്ക് അയച്ച കത്താണ്. അതായത് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ്. 1939 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ കാലയളവ്. അപ്പോൾ ആ കാലയളവിൽ ഒരു മകൻ തൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം 1914, 1918. ഓക്കെ. രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്തുണ്ടായി? സഖ്യകക്ഷികളുമായിട്ട് ജർമ്മനി ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായി ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ. ആ വ്യവസ്ഥ പ്രകാരം ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു വേഴ്സായി സന്ധി കാരണം. പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയെ നിരായുധീകരിച്ചു. വൻ തുക ജർമ്മനിയുടെ മേൽ എന്ത് ചെയ്തു? ഈ ജയിച്ച ശക്തികൾ എന്ത് ചെയ്തു? അടയ്ക്കാനായിട്ട് പറഞ്ഞു. വൻ തുകയാണ് അവരുടെ മേൽ ചുമത്തിയത് കേട്ടോ. ഇനി അതേപോലെ ഇപ്പോൾ ഇവരെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം സർവ്വരാജ്യ സഖ്യം പരാജയമായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലും പരിഹരിക്കാനൊന്നും ആർക്ക് പറ്റിയില്ല? സർവ്വരാജ്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. ഓക്കെ. ഒന്നാം ലോക മഹായുദ്ധം രൂപം കൊണ്ട സർവ്വരാജ്യ സഖ്യത്തിന് ഇവരുടെ ഏറ്റുമുട്ടലോ ഇവരുടെ തർക്കങ്ങളോ ഒന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണപരമായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഇതിലൊരു തീരുമാനം എടുക്കണോ നടപടി എടുക്കാനോ ആർക്ക് കഴിഞ്ഞില്ല? സർവ്വരാജ്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. അപ്പം അതൊരു പരാജയമായിരുന്നു. ഓക്കെ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമ്പോഴും അവിടെ രണ്ട് സഖ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും.
അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇറ്റലി, ജർമ്മനിയും ജപ്പാനും. എന്നാൽ സഖ്യകക്ഷികൾ ഇപ്പോഴും ആര് തന്നെ? ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. നോക്കി, തുടങ്ങുമ്പോൾ അച്ചുതണ്ട് ശക്തികളിലോ സഖ്യകക്ഷികളിലോ ആരില്ലായിരുന്നു? അമേരിക്ക ഇല്ലായിരുന്നു. അമേരിക്ക ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നീട് അമേരിക്കയിൽ പോയി അങ്ങോട്ട് പേൾ ഹാർബർ ആക്രമിച്ചപ്പോഴാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ആറ്റം ബോംബ് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മ്യൂണിച്ച് ഉടമ്പടി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹിറ്റ്ലർ ചെക്ലോസ്ലോവാക്യയിലെ ഏറ്റവും വ്യവസായവൽകൃതമായ പ്രദേശമായ സ്റ്റുട്ടൻലാൻഡിൽ അല്ലെ അവകാശം, എനിക്കത് വേണം എന്നെന്ത് ചെയ്തു? ഞാൻ ഇനി എടുക്കുക എന്ന് പറയുകയാണ്. പക്ഷെ വലിയ വിഭാഗം ജർമ്മൻ ജനത ഇവിടെ വസിക്കുന്നതായി ഹിറ്റ്ലറുടെ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനം. ഹിറ്റ്ലർ പറഞ്ഞു, അവിടെ ഒരുപാട് ജർമ്മനിയിലുള്ള ആൾക്കാരാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ആ സ്ഥലം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഈ വാദത്തെ പ്രതിരോധിക്കുന്നതിന് പകരം ഫ്രാൻസും ബ്രിട്ടനും 1938 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു. എന്ത്? സ്റ്റുട്ട്ലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകി. എന്ത് ചെയ്യുന്നു? അവർ പ്രതിരോധിച്ചിരുന്നില്ല. കാരണം ഹിറ്റ്ലറിൻ്റെ കാര്യം അവർക്കറിയാം, ഹിറ്റ്ലറിൻ്റെ ആ ഒരു ശക്തിയും ആർക്കറിയാം? ഈ രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ പ്രതിരോധിക്കാതെ ഫ്രാൻസും ബ്രിട്ടനും എന്ത് ചെയ്യുന്നു? ഒരു ഉടമ്പടി പ്രകാരം സ്റ്റുട്ട്ലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകുന്നു. ആ ഉടമ്പടിയാണ് മ്യൂണിച്ച് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ചെക്കോസ്ലോവാക്യയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ രാജ്യം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരമൊന്നുമില്ലായിരുന്നു, അവരുടെ ആ ഒരു അംഗീകാരമില്ലായിരുന്നു. ഇവരെ പിന്തുണച്ചപ്പോൾ ആര് വന്നു? സോവിയറ്റ് യൂണിയൻ ചർച്ചയിലേക്ക് ക്ഷണനവും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പം ഈ ഒരു മ്യൂണിച്ച് ഉടമ്പടിയിൽ ആരും ക്ഷണിച്ചതുമില്ല. അന്ന് സോവിയറ്റ് യൂണിയനാണ്, റഷ്യൻ അല്ല. ഓക്കെ, അപ്പോൾ സോവിയറ്റ് യൂണിയനെ ക്ഷണിച്ചതും ഇല്ല. അപ്പോൾ ചെക്കോസ്ലോവാക്യയുടെ അംഗീകാരം ഇല്ലാതെയാണ് ചെക്കോസ്ലോവാക്യയിലെ ആ സ്ഥലമായ സ്റ്റുട്ട്ലാൻഡ് ആർക്കങ്ങ് കൊടുത്തത്? ജർമ്മനിക്ക് വിട്ടുകൊടുക്കുന്നത്. ആര്? ഫ്രാൻസും ബ്രിട്ടനും കൂടെ ചേർന്ന്. മനസ്സിലായോ? അങ്ങനെ അങ്ങനെ ഒരു പ്രീണനയം ഉണ്ടാകുന്നു. പ്രീണനയം എന്ന് പറഞ്ഞാൽ റഷ്യൻ വിപ്ലവ അനന്തരം നിലയിൽ വന്ന സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കാണ് വ്യാപിച്ചത്. ഓക്കെയാണ്. അപ്പം മ്യൂണിച്ച് ഉടമ്പടി പശ്ചാത്തലത്തിൽ പ്രീണനയത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്. ഇവർ ഒരു കാര്യത്തിലും, അതായത് ഈ ഫാസിസ്റ്റ് ആക്രമണത്തിന് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് പ്രതിരോധിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അവർ കരുതുകയാണ് ചെയ്തത്. ഇവരെ ആക്രമിക്കുന്ന മറ്റു രാജ്യങ്ങളൊന്നും അവരെ ഇടപെടത്തേയില്ല. നമ്മളെല്ലല്ലോ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തില്ല? റഷ്യയോടുള്ള ഈ പ്രതിരോധത്തെ വേറെ ആരും കണക്കിലെടുത്തില്ല. മ്യൂണിച്ച് ഉടമ്പടി പാശ്ചാത്യ പ്രീണനയത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ്. കാരണം ബാക്കി എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു? അവരോടൊപ്പം നിൽക്കുന്നു, അവരെല്ലാം ക്ഷണിക്കപ്പെടുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയനെ മാത്രം ചർച്ചയിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ക്ഷണിക്കുന്നില്ല. ആരാ? സോവിയറ്റ് യൂണിയന്. ഓക്കെ, പ്രീണനയങ്ങൾ ഹിറ്റ്ലർക്ക് ആത്മവിശ്വാസം നൽകുകയും, കാരണം ബാക്കി ആരും സോവിയറ്റ് യൂണിയൻ്റെ ആശയങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ട് പിന്തുണയ്ക്കുന്നേയില്ല, അവരോട് എതിർക്കുന്നേയില്ല, അവരെ ആരും എല്ലാവരും അങ്ങ് അകറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രീണനയം എന്ത് ചെയ്യുന്നു? ഹിറ്റ്ലർക്ക് വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എതിർക്കാതെ എല്ലാ സാധനവും എനിക്ക് തന്നു. അപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ആക്രമണ പരമ്പരകൾ വീണ്ടും തുടർന്നു. അങ്ങനെ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു. ജർമ്മനി എന്തിനെ ആക്രമിക്കുന്നു? പോളണ്ട്. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. കാരണം ഞാൻ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യുന്നു? അതെല്ലാം നമുക്ക് കിട്ടുന്നു അല്ലേ? അപ്പോൾ ആരും എന്നെ എന്ത് ചെയ്യുന്നില്ല? എതിർക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് 1939 എന്ത് ചെയ്യുന്നു? ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. അപ്പോൾ യുദ്ധമൊക്കെ തീർന്നു. 1945 യുദ്ധമൊക്കെ എന്ത് ചെയ്യുന്നു? തീർന്നു. ആ യുദ്ധത്തിൽ ഒരുപാട് നഷ്ടം. നേരത്തെ കണക്ക് തന്നെ, ഒന്നാം ലോക മഹായുദ്ധത്തിലെ കണക്ക് തന്നെ യുദ്ധം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദശലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു. ലോകത്ത്, അതായത് ഇത്രയും വർഷക്കാലം ഇല്ലായിരുന്നു, ലോകത്ത് ആകമാനം പക്ഷിക്ഷാമവും പകർച്ചവ്യാധിയും വരുന്നു. സമ്പദ് വ്യവസ്ഥ തകർന്നു. കോളനി വൽക്കരണത്തിൻ്റെയും സാമ്രാജ്യത്വത്തിനും തിരിച്ചടിയേറ്റു. യൂറോപ്പിൻ്റെ ആധിപത്യം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന എന്നത് രൂപീകരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന നമുക്കറിയാം 1945 45 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്ര ആധിപത്യം അവസാനിപ്പിക്കുന്നു. അവിടെ എന്തില്ല? സാമ്രാജ്യത്വമൊന്നുമില്ല, അതെല്ലാം അവസാനിച്ചു. ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികളൊക്കെ സ്വന്തമായി ആഗോള ശക്തിയായിട്ട് മാറുന്നു. സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്ക ഉയർന്നു വരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം.
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്താണ്? ഒത്തിരി പേര് മരണപ്പെടുന്നു, ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്നു, ലോകമാകം ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും വ്യാപിക്കുന്നു, യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു, കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്തിനും തിരിച്ചടിയേക്കുന്നു, യൂറോപ്പിൻ്റെ ആധിപത്യം അവസാനിച്ചു, ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നു, ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്ര ആധിപത്യം അവസാനിച്ചു. ഇറ്റലിയിലും ജർമ്മനിയിലും എന്തില്ല? സാമ്രാജ്യത്വമൊന്നുമില്ല, അതെല്ലാം അവസാനിച്ചു. അതുപോലെ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രം നേടി. ആഗോള ശക്തിയായിട്ട് ആര് മാറി? അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. ഐക്യരാഷ്ട്ര സംഘടന നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി വന്ന അന്തർദേശീയ സംഘടനയാണ് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ രൂപീകരിച്ച ആര് തന്നെയാണ്? അമേരിക്ക തന്നെയാണ്. അമേരിക്ക അതിൽ അംഗമായിരുന്നു കേട്ടോ. ഇനി യുദ്ധാനന്തര ലോകം. ഈ യുദ്ധത്തിൽ രണ്ട് കക്ഷികളാണല്ലോ, രണ്ട് ശക്തികളാണ്. ഏതൊക്കെയാണ്? USSRും അമേരിക്കയും. ഇവർ തമ്മിൽ ഇവരുടെ ഒരെണ്ണം മുതലാളിത്ത വ്യവസ്ഥയും ഒരെണ്ണം സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും വിപരീത സാമ്പത്തിക നയങ്ങളാണ് പിന്തുടർന്നത്. അമേരിക്ക മുതലാളിത്ത നയം, സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതെന്ത് ചെയ്തു? ഇരു രാജ്യങ്ങളും പരസ്പരം ഭയന്നു. ഏത് ആശയമാണ് ലോകത്ത് വ്യാപിക്കാൻ പോകുന്നത്? അപ്പോൾ അവരുടെ മനസ്സിൽ എന്തുണ്ടായിരുന്നു? രണ്ടുപേരോടും ഒരു വിരോധമുണ്ടായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ശീതസമരം എന്ന് പറയുന്നത്. അതായത് രണ്ടാം ലോക യുദ്ധാനന്തരം മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ആശയങ്ങൾ പിന്തുടർന്നു. അപ്പോൾ അവർക്ക് ആശയപരമായ ഒരു ഏറ്റുമുട്ടലുണ്ടായി. യുദ്ധമല്ല, ആ ആശയത്തിനോടുള്ള ഏറ്റുമുട്ടൽ. അതാണ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ചില രാജ്യങ്ങൾ രണ്ട് കക്ഷിയിലും ചേർന്നില്ല. രണ്ട് ചേരിയിലും പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. ഈ അമേരിക്കയോടെ നിന്നില്ല, സോഷ്യലിസ്റ്റ് രാജ്യത്തിനോടെ നിന്നില്ല. അപ്പോൾ ആ ആശയമാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിലാണ് നിന്ന്, രണ്ടുപേരുടെ ആശയത്തിൽ നിന്നില്ല. 1991 ആയപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ശീതസമരം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു. 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്ത് ചെയ്യുന്നു? ശീതസമരം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഓക്കെ, രണ്ടാം ലോക യുദ്ധാനന്തരം നമുക്കറിയാം എല്ലായിടത്തും സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ള കാര്യം അറിയാം. ഏഷ്യയിലായാലും ആഫ്രിക്കയിലായാലും കോളനികൾ എന്താവുന്നു? സ്വതന്ത്രമാകുന്നു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവരെ പരോക്ഷമായി ആര് ചൂഷണം ചെയ്യുന്നു? അതും ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. അമേരിക്ക തൻ്റെ സമ്പത്ത് ആർജിക്കുന്നതിനായി പുതിയ മാർഗം കൊണ്ടുവന്നു. മുതലാളിത്ത ആശയമല്ലേ, അതുകൊണ്ടായി എന്ത് ചെയ്തു അമേരിക്ക? പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായിട്ട് ചൂഷണം ചെയ്തു. ഇത് മറ്റൊരു തരം കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതിനെയാണ് നമ്മൾ നിയോ കോളനിസം എന്ന് പറയുന്നത്. നിയോ കോളനൈസേഷൻ. ഓക്കെ, നിയോ കോളനിയസം. ഓക്കെ, അപ്പോൾ ഈ പുത്തൻ കൊളോണിയൽ നയം മുതലാളിത്തത്തിലൂടെ, അതായത് ഫിനാൻസ് ക്യാപിറ്റലിസത്തിലൂടെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ധനമുതലാളിത്തം എന്താണെന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധനമുതലാളിത്തം എന്ന് പറയുന്നത്. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധനമുതലാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ധനമുതലാളിത്തം വൻ ലാഭം ലക്ഷ്യമിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ധനമുതലാളിത്തം? എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? വൻ ലാഭം ലക്ഷ്യമിട്ട് മാത്രം പ്രവർത്തിച്ചതാണ് ധനമുതലാളിത്തം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒത്തിരി വലിയൊരു ചാപ്റ്ററാണ്. കുറച്ച് സ്പീഡിനാണ് പോയതെന്നറിയാം. വീണ്ടും കേൾക്കുക, അല്ലെങ്കിൽ വീണ്ടും PDF നോട്ട്സോ വീണ്ടും റീഡ് ചെയ്യുക. നമ്മൾ പഴയ ടെസ്റ്റിലുള്ളതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല, വളരെ കുറച്ച്. എന്നാൽ വേറെ അഡീഷണൽ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്.